ഓക്കെ, അപ്പൊ നമുക്ക് വേഗം പറയാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതില് ഫസ്റ്റ് മൊഡ്യൂള് എന്ന് പറയുമ്പോൾ തിയറി ഒക്കെ വളരെ സിമ്പിൾ ആണ്. തുടക്കത്തില് ഇതൊക്കെ ഈ സ്ലൈഡുകളൊക്കെ ഒന്ന് നോക്കുക. ഇൻട്രൊഡക്ഷൻ സോയിൽ മെക്കാനിക്സ് എന്താന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കണ്ടോ, ഇവിടെ ബോൾഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സോയിൽസ് വിച്ച് സപ്പോർട്ട് ദി സ്ട്രക്ചേഴ്സ്, അല്ലെ, സോയിലിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതാണ്. ആൻഡ് ദാറ്റ് സോയിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ദ ഇൻഫ്രാസ്ട്രക്ചർ. ആ ഒരു കേസിലെ സോയിലിന്റെ പഠനമാണ് സോയിൽ മെക്കാനിക്സ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെ നോക്കുക, അതൊക്കെ നോക്കി നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ ആ രീതിയിലാണ് ഈ സ്ലൈഡുകളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. കാൾ ടെറസാക്കി ആണ് ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ് ആൻഡ് ദിസ് ഇസ് അവർ റെഫറൻസ് ബുക്ക്. സോയിൽ മെക്കാനിക്സിന്റെ ബുക്ക് ഇതാണ്. ഓക്കെ, ഇനി ഇത് പഠിക്കുമ്പോൾ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യാന്ന് നമുക്ക് സ്കൂൾ ലെവലിൽ തൊട്ടേ വെതറിങ് പ്രോസസ് ആണെന്ന് അറിയാം. 3 തരം പാറകളുണ്ട്. ആ 3 പാറകളും പൊടിഞ്ഞിട്ടാണ് സോയിൽ ഉണ്ടാവുക എന്നുള്ളത് അറിയാം. മെക്കാനിക്കൽ ആൻഡ് ഫിസിക്കൽ, കെമിക്കൽ, വെതറിങ് 3 രീതിയിൽ വരുന്നു. ദെൻ സോയിലിന്റെ ടൈപ്സ് ഇല്ലേ, റെസിഡ്യുവൽ സോയിൽ ഉണ്ട്, അത് അറിയാം നിങ്ങൾക്ക്. എന്താണ് റെസിഡ്യുവൽ സോയിൽ? എടുത്ത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞേ. ഓക്കെ, ആ ശരി. അപ്പൊ എന്താ റെസിഡ്യുവൽ സോയിൽ പഠിക്കുക, ട്രാൻസ്പോർട്ടഡ് സോയിൽ കേട്ടോ. ഓൾറെഡി ഉണ്ടായ സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യേണ്ട ആണെങ്കിൽ ബൈ ദീസ് ഏജൻസ് ആണെങ്കിൽ ട്രാൻസ്പോർട്ട് സോയിൽ ആണ്. അതിന്റെ എക്സാമ്പിളും പറയണം. അലൂവിയൽ സോയില് വെള്ളം കൊണ്ടുപോവാണെങ്കിൽ, അങ്ങനെ ഓരോന്നിനും ഗ്ലേസിയൽ എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യർ കൊണ്ടുപോവാണെങ്കിൽ. എന്നിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അപ്പൊ ഇത് പഠിച്ചോട്ടെ. നമ്മുടെ ടൈപ്സ് ഓഫ് സോയിൽ ബേസ്ഡ് ഓൺ ഒറിജിൻ, അതുപോലെ ടൈപ്സ് ഓഫ് സോയിൽ ഇന്ത്യ ബേസ്ഡ് ഓൺ ദിയർ ലൊക്കേഷൻ. മറൈൻ ഭാഗത്ത് കാണുന്നതാണെങ്കിൽ മറൈൻ ഡെപ്പോസിറ്റ്, ബ്ലാക്ക് കോട്ടൺ സോയിൽ, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോ. കാരണം മേ ബി യൂണിവേഴ്സിറ്റിക്കും ഇതൊക്കെ ചോദിക്കാറ്. അപ്പൊ അത് ഈ ഒരു തിങ്കളാഴ്ചത്തേക്കുള്ള പഠനത്തിനോട് കൂടി ഇതും കൂടി ജസ്റ്റ് നോക്കി വെക്കുക. കാരണം 3 മാർക്കിനൊക്കെ വേണമെങ്കിൽ ഇതൊക്കെയും ചോദിക്കാം. അപ്പൊ ഇത് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇനി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇത് നോക്കുക അല്ലെ. സോയിലിന് 3 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ, സോയിലിന്റെ കളർ, ടെക്സ്ചർ, ഡെൻസിറ്റി, മോയ്സ്ചർ കണ്ടന്റ്, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഇതൊക്കെ ഫിസിക്കൽ ആണെങ്കിൽ ഇൻഡെക്സിൽ ഈ 3 പ്രോപ്പർട്ടി വരും. 3 എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഫസ്റ്റ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ്, അറ്റർബർഗ് ലിമിറ്റ്സ്, അതിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി അറ്റർബർഗ് ലിമിറ്റ്സ്, മൂന്നാമത്തെ റിലേറ്റീവ് ഡെൻസിറ്റി, ഇങ്ങനെ 3 ഉണ്ടകൾ മെയിൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. ഇനി ഏറ്റവും ആധികാരികമായത് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയാണ്, നമുക്കറിയാം. ഷിയർ സ്ട്രെങ്ത്, സോയിൽ ഷുഡ് ഹാവ് സ്ട്രെങ്ത്, സോ ഇറ്റ് ഈസ് എ ഷിയർ സ്ട്രെങ്ത്. സോയിൽ വിൽ ഹാവ് ദ പെർമിബിലിറ്റി, മേ ബി ലോ ഓർ ഹൈ പെർമിബിലിറ്റി, ദെൻ കംപ്രസിബിലിറ്റി പ്രോപ്പർട്ടി, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെയൊക്കെ പഠനമാണ് ഈ സോയിൽ മെക്കാനിക്സിൽ. ഈ പ്രോപ്പർട്ടീസിന്റെ പഠനമാണ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സോയിൽ മെക്കാനിക്സ് അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം എന്താ അറിയണം? സോയിലിന് 3 ഫേസ് ഡയഗ്രാം ഉണ്ട് എന്നുള്ള അറിയണം. അതായത് സോയിൽ നമ്മൾ കാണുമ്പോൾ ഉണങ്ങിയ മണ്ണാണെങ്കിൽ അതിൽ എന്താണ്ടാവുള്ളൂ, ജസ്റ്റ് ഭയങ്കര ഉണങ്ങിയതാണെങ്കിൽ സോളിഡ്സും എയറും ഉണ്ടായിരിക്കും. എന്തായാലും എയർ ഉണ്ടാവുമല്ലോ അതിന്. അപ്പൊ അല്ലെങ്കിൽ മഴ വന്ന് ഒന്ന് മഴ ഒക്കെ വരുമ്പോ ആലോചിക്കുക. അപ്പൊ അതിൽ വെള്ളം ഉണ്ടാവും. ചിലപ്പോൾ വെള്ളവും മണ്ണും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? ചിലപ്പോൾ വെള്ളവും മണ്ണും എയറും ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു സോയില് മസ്റ്റ് കൺസിഡർ സോളിഡ് പാർട്ടിക്കിൾസ്. അതിന്റെ ഇടയിൽ വോയിഡ്സിൽ ചിലപ്പോൾ എയർ ആയിരിക്കും, ചിലപ്പോൾ വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ചിലപ്പോൾ 3 കൂടിയിട്ടുണ്ടായിരിക്കും. അതാണ് 3 ഫേസ് ഡയഗ്രം അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നു, നമ്മൾ ഇത് മനസ്സിലാക്കുന്നു. അപ്പൊ ചിലപ്പോൾ സോയില് 2 ഫേസ് ഡയഗ്രാം, ജനറലി 3 ഫേസ് ആയിട്ട് പറയും, പക്ഷെ ചിലപ്പോൾ 2 ഫേസ് ആയിട്ടും, അല്ലെ? വോയിഡ്സിൽ വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, സോയിലും വാട്ടറും മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ 2 ഫേസ് ഡയഗ്രാം ആയിട്ട് മാറ്റപ്പെടാറുണ്ട്. ആൻഡ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡ്രൈ ആണെങ്കിൽ ഇതല്ലേ, കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഇതല്ലേ ഫേസ് കണ്ടീഷൻ. ഇനി പാർഷ്യലി സാച്ചുറേറ്റഡ്, 50% സാച്ചുറേഷൻ ഒക്കെ ആണെങ്കിൽ സോയിലും ഉണ്ട്, സോയിൽ സോളിഡ്സ്, വാട്ടർ, എയർ. അപ്പൊ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ അതിന്റെ ഒരു ഫേസ് ഡയഗ്രാം. ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഫേസ് ഡയഗ്രത്തിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫേസ് ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇടത് ഭാഗത്ത് വോളിയൂംസ് ഇതേപോലെ മാർക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സോളിഡ്സിന്റെ VS ഇവിടെ തന്നെ മാർക്ക് ചെയ്യണം, VW ഇവിടെ മാർക്ക് ചെയ്യണം, എയറിന്റെ വോളിയം VA എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. വോയിഡ്സിലാണ് വാട്ടറും എയറും ഉള്ളത്, അതുകൊണ്ട് VV ഇത് മാർക്ക് ചെയ്യുന്നു, V ഇവിടെ മാർക്ക് ചെയ്യുന്നു. വെയിറ്റുകൾ റൈറ്റ് പോർഷനിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, വെയിറ്റ് ഓഫ് എയർ, വെയിറ്റ് ഓഫ് വാട്ടർ, വെയിറ്റ് ഓഫ് വെയിറ്റ് ഓഫ് എയർ ഈക്വൽ ടു 0 ആണ്, ബാക്കിയുള്ളതിന് വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിൽ ആണ് വോയിഡ്സ് അതെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എഴുതി വയ്ക്കാം. ദാറ്റ് ഈസ് എ 3 ഫേസ് ഡയഗ്രാം. 3 ഫേസ് ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം എന്താ വെച്ചാൽ ഇതും കൂടി എഴുതിയാലാണ് ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ആ ഒരു ബേസ്ഡ് ഓൺ ദ 3 ഫേസ് ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനിയുള്ള കുറച്ച് സോയിൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഇതൊക്കെ കാണാതെ പഠിക്കുക. ഈ ഈക്വൽ VV ബൈ VS ഇതൊക്കെ പഠിക്കുക. അപ്പൊ സോളിഡിൽ എന്താണ്, ഇറ്റ് ഈസ് എ റേഷ്യോ വോളിയം ഓഫ് വോയിഡ്സ് ടു ദി വോളിയം ഓഫ് സോൾസ്, അല്ലെ? ഒരു മണ്ണ് ആലോചിച്ച് നോക്കും. അപ്പൊ അതിൽ നമുക്ക് അറിയില്ല, ഇത് കണ്ട
ഇവിടെ കണ്ട വി വി എന്ന് പറയുന്ന ഭാഗം കണ്ടില്ലേ, ദിസ് ഈസ് വി വി പോർഷൻ, ദിസ് ഈസ് വി എസ് പോർഷൻ. അപ്പൊ ഒരു ഹാഫ് വി വി അല്ല ഫുൾ ഒരു വോളിയത്തില് പകുതി വി വി ആണെങ്കിൽ വി വി ബൈ വി എസ് അങ്ങനെയൊക്കെ ആലോചിച്ചോളാം, 0.5 ഒക്കെ വരില്ലേ, മനസ്സിലായി. അപ്പൊ എത്ര വോയിഡ്സ് ഉണ്ട് അതിന്റെ ടോട്ടൽ വോളിയം ടു ദി സോയിൽ വോളിയം. അപ്പൊ ഇതിനെയാണ് ദിസ് ബൈ ദിസ്, അതാണ് വി വി ഇ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പോറോസിറ്റി എന്താണ്, എൻ, വി വി ബൈ വി എന്നുള്ളതാണ്. അപ്പൊ അത് ടോട്ടൽ വോളിയത്തിൽ എത്രമാത്രം വോയിഡ്സ് ഉണ്ട് അതിനെയാണ് വി വി എന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്നത്, സോറി വി എൻ കേട്ടാ, എൻ ആണ് പെർസെൻറ്റേജിൽ പറയും. വാട്ടർ കണ്ടന്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്, വെയിറ്റ് ഓഫ് വാട്ടർ, സോയിലുള്ള വെള്ളത്തിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഡ്രൈ സോയിൽ വെയിറ്റ്, അതാണ് ഡ്രൈ സോയിൽ വെയിറ്റ് ആണ്. അപ്പൊ വെറ്റിന്ന് ഡ്രൈ മൈനസ് ചെയ്തിട്ട് ഇത് ഡ്രൈ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇക്വേഷൻ പഠിക്കുക. വോയിഡ്സിലുള്ള വാട്ടറിന്റെ വോളിയോമെട്രിക് റേഷ്യോനെയാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുക അല്ലെ. വോയിഡ്സിൽ എത്ര വെള്ളമുണ്ട് അത് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് എന്ന് പറയും. എ സി എന്ന് പറഞ്ഞ എയർ കണ്ടന്റ് ആണ്. വോയിഡ്സിൽ എത്ര എയർ ഉണ്ട്, ഇവിടെ വോയിഡ്സിൽ എത്ര വാട്ടർ ഉണ്ട് എന്നുള്ളത് എസ് ആണെങ്കിൽ വോയിഡ്സിൽ എത്ര എയർ ഉണ്ട് എന്നുള്ളത് എന്താണ്, എയർ കണ്ടന്റ് എ സി ആണ് കേട്ടോ. ഇനി എൻ എന്ന് പറയുമ്പോൾ എന്താണ്, വി എ ബൈ വി, ടോട്ടൽ വോളിയത്തിൽ എത്ര എയർ ഉണ്ട് അതിനെയാണ് നമ്മൾ എൻ എന്ന് പറയുക, മനസ്സിലായി. അപ്പൊ ഈ നൊട്ടേഷൻസ് ഒക്കെ ഇനി നമുക്ക് അറിയുന്ന മാസ് ഡെൻസിറ്റി റോ എന്ന് പറയുന്നതാണ്. മാസ് ബൈ വോളിയം ആണെങ്കിൽ റോ. ഇനി അതിനെ ഡ്രൈ ആണെങ്കിൽ ഡ്രൈ മാസ് ബൈ വോളിയം ആണ്. സാച്ചുറേറ്റഡ് അവസ്ഥയിലാണ് നിങ്ങളുടെ സോയിൽ എങ്കിൽ റോ സാറ്റ് എന്ന് പറയും. സബ്മേർജ്ഡ് കണ്ടീഷനിലാണെങ്കിൽ സോയിൽ ആണെങ്കിൽ റോ സബ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു മാസ് ഡെൻസിറ്റി. ഇനി സോയിലിന്റെ ഡെൻസിറ്റി മാസ് ഡെൻസിറ്റിയുടെ രീതിയിൽ മാത്രമല്ല, യൂണിറ്റ് വെയിറ്റിന്റെ രീതിയിൽ ഗാമ രീതിയിൽ പറയുമ്പോൾ ഇതേ സാധനങ്ങൾ ഇങ്ങനെ സ്ലൈഡിൽ അതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് നോക്കുക. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി പഠിക്കുമ്പോൾ ഡെഫിനേഷൻ പഠിക്കുന്നു, ഇക്വേഷൻ പഠിക്കുന്നു, റേഞ്ചുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. മേ ബി ഇതൊക്കെയും ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, ഗ്രാവലിനൊക്കെ ഇത് എങ്ങനെയൊക്കെയാണ് സോയിലിന് സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും 2 മുതൽ 2 കണ്ട 2.65 to 2.8 ഒക്കെയാണ് മോസ്റ്റ് നാച്ചുറൽ സോയിൽസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അത് വാല്യൂ തന്നില്ലെങ്കിൽ നമ്മൾ 2.7 ഒക്കെ അസ്യൂം ചെയ്ത് ചെയ്യാറില്ലേ. അപ്പൊ അതാണ് സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. എപ്പോഴും വാട്ടറിന്റെ ഡെൻസിറ്റി 1 g/cc ആണെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കും സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേഷൻ, ഇനി ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ ഡെറിവേഷനിലേക്ക് കിടക്കുമ്പോൾ ഈ ഇയും എന്നും തമ്മിലുള്ള റിലേഷൻ പഠിക്കാൻ ഒരു എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇയും എന്നും അല്ല വേണ്ട. അപ്പൊ ആദ്യം എന്റെ രണ്ടിന്റെയും ഇക്വേഷൻ എഴുതി വെക്കുക, ഇയും എന്നും എഴുതി വെക്കുക. എന്നിട്ട് 1/n എന്താന്ന് കണ്ടുപിടിക്കുമ്പോൾ 1/n എന്താ, വി വി അല്ലേ. അപ്പൊ വി എന്ന് പറയുമ്പോൾ ടോട്ടൽ വോളിയം ആണ്. സോയിലിന്റെ വോളിയം വോയിഡ്സിന്റെ വോളിയം ചേർക്കുമ്പോൾ ടോട്ടൽ വോളിയം അല്ലേ. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ കിട്ടി, അത്രേ ഉള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ 4 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. എന്നും ഇയും എഴുതിയിട്ട് 1/n എടുത്ത് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ n = E/1 + E എന്ന് പറയുന്ന ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം. ഇത് നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്നതാണ്, എല്ലാ പ്രോബ്ലം ചെയ്യാതെ ആവശ്യമുണ്ട് കേട്ടോ. n = E/1 + E. അത് ഇയാള് എയർ കണ്ടന്റും എ സി എന്ന് പറയുമ്പോൾ എയർ കണ്ടന്റ് അല്ലേ, എയർ കണ്ടന്റ് എ സിയും എയർ വോയിഡ്സ് എന്നെയും, എയർ കണ്ടന്റ് എ സിയും എയർ വോയിഡ്സ് എന്നെയും തമ്മിലുള്ള ബന്ധം കണ്ട. അത് ജസ്റ്റ് ഒന്നുമില്ല, രണ്ടിന്റെ ഇക്വേഷൻ എഴുതുക, രണ്ടിനെ ക്രോസ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, LHS × LHS ചെയ്യുക, RHS × RHS ചെയ്ത എക്സ്പ്രഷൻ ആയി, അത്രേ ഉള്ളൂ. അടുത്തത് ഇതുപോലെ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഏത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ ES = WG. ES = WG ചെയ്യാനായിട്ട് ഇതാണ് അതിന്റെ ഇക്വേഷൻ വരെ. W = ഇത് നമ്മൾ ക്ലാസ് നോട്ടിൽ എഴുതിയിട്ടുണ്ട്, അതേപോലെ ചെയ്താൽ മതി. ഇതിലൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അത് ഇതുപോലെയല്ല, നമുക്കത് പിന്നെ ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം. ഇനി അടുത്ത ഗാമ = G+ES/1 + E × ഗാമ W എന്ന് പറയുമ്പോൾ ഗാമ വെയിറ്റ് ബൈ വോളിയം എന്നറിയാം. വെയിറ്റ് എന്ന് പറയുമ്പോൾ സോയിലിന്റെ വെയിറ്റും വാട്ടറിന്റെ വെയിറ്റും കൂടിയിട്ടല്ലേ വരിക, അതാണ് WS + W. ഇനി V എന്ന് പറയുമ്പോൾ സോയിലിന്റെയും വോയിഡ്സിനെയും കൂടിയിട്ടല്ലേ വരിക. എന്നിട്ട് നമ്മൾ WS മുകളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു, VS താഴത്തു നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി ബ്രാക്കറ്റിൽ 1 + W/WS ചെയ്യുമ്പോൾ ഇവിടെ അത് ചെയ്യുമ്പോൾ ഇതെന്തായി മാറും, ഇവിടെ WS/VS എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഗാമ എസ്. ഇവിടെ ഇവിടുത്തെ ഇത് ചെയ്യുമ്പോൾ VV/VS E സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി WS/VS എന്ന് പറയുമ്പോൾ സോയിലിന്റെ അല്ലേ, സോയിലിന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, WS/VS എന്ന് പറയുമ്പോൾ ഗാമ ഓഫ് ദി സോയിൽ ആണ്, ഗാമ എസ് ആണ്.
ഇനി ഗാമ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജി സ്പെസിഫിക് ഗ്രാവിറ്റി ജി ഈക്വൽ ടു ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗാമ എസ് എന്ന് പറയുമ്പോൾ ജി ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞൂടെ. അപ്പൊ ഈ പോർഷൻ ജി ഗാമ ഡബ്ല്യു ആയി. ഇതിന്റെ ഉള്ളിൽ വാട്ടർ കണ്ടന്റ് ആണ് 1 പ്ലസ് സ്മോൾ വാട്ടർ കണ്ടന്റ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം ഡബ്ല്യു ജി എന്നാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ജി പ്ലസ് ഡബ്ല്യു ജി ബൈ ഇത്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജി. അപ്പൊ അങ്ങനെ എഴുതാം. ജി പ്ലസ് ഡബ്ല്യു ജി പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജി എന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തി, ജി പ്ലസ് ഇ എസ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു, ദാറ്റ് ഈസ് ദി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗാമ ആൻഡ് ഇത് ഈ 4 പാരാമീറ്റേഴ്സ് തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഇനി ഇത് പഠിക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ എന്താ നമ്മൾ പഠിക്കണേ, ഇവിടെ എസ് ഈക്വൽ ടു 100% ആണെങ്കിൽ എന്തായി, ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ എസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ ഗാമ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയും, ഗാമ സാച്ചുറേറ്റഡ് എന്ന് പറയും. മനസ്സിലായോ? ഇത് ഗാമ ഓഫ് ദി സോയിൽ ആണ്, ഗാമ എസ് ആണ് ജി പ്ലസ് ഇ എസ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത്. ഇനി ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഗാമ ഓഫ് ദി സോയിൽ എന്തായി മാറി, ഗാമ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആയില്ലേ. അപ്പൊ എസ് എത്രയായിരിക്കും, 100% എന്ന് പറയുമ്പോൾ 1 ആണ്. അതുകൊണ്ടാണ് അവിടെ ജി പ്ലസ് ഇ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ അത് അങ്ങനെ എഴുതി. ഇനി ഡ്രൈ കണ്ടീഷനിലാണ് നിങ്ങളുടെ സോയിൽ എങ്കിൽ എസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഈ ടേം ഇല്ലല്ലോ. അപ്പൊ എന്തായി, ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ആണ് വരിക. ഓക്കെ, ഇനി വേറെ സാധനം ഗാമ സബ്മേർജ്ഡ് എന്ന് പറയും. ഗാമ സബ്മേർജ്ഡ് ഇക്വേഷൻ ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു ചെയ്താൽ ഗാമ സബ്മേർജ്ഡ് അല്ലെങ്കിൽ ഗാമ ഡാഷ് എന്ന് പറയാം. അപ്പൊ ഗാമ സാറ്റിന്റെ ഇക്വേഷൻ ഇവിടെ ഇല്ലേ, നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതാണ് ഗാമ സാച്ചുറേറ്റഡ്. ഒന്ന് കാൽക്കുലേറ്റർ ഒന്ന് എഴുതി നോക്കുക, കാൽക്കുലേറ്ററിലല്ല, ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഗാമ സാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ മൈനസ് ഗാമ ഡബ്ല്യു ചെയ്യുമ്പോൾ ഗാമ ഡബ്ല്യു പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്. ചിലപ്പോൾ ഇങ്ങനെ ഡെറിവേഷൻ ഒക്കെ ചോദിക്കേ. അതായത് നമ്മളിപ്പോ പറഞ്ഞത് ഗാമ എസ് ഈക്വൽ ടു ഇത് ആയിരുന്നല്ലോ നമ്മൾ പറഞ്ഞേ. പക്ഷെ അവർക്ക് ചോദിക്കാലോ ഗാമ സബ്മേർജ്ഡും ഇ എസ് ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി ഇതിലെത്തണം. ക്ലിയർ ആണോ? ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക്. അപ്പൊ നമ്മൾ അത് എഴുതിയാൽ പോരാ. നമ്മൾ അത് എഴുതിയതിനു ശേഷം ഗാമ സബ്മേർജ്ഡ് ഈക്വൽ ടു ഗാമ ഡാഷ് ഈക്വൽ ടു ഗാമ സെറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വേണം ഈ ഒരു സംഭവത്തിലേക്ക് എത്തിക്കാൻ. ഇങ്ങനെയും ഒക്കെ ചോദിക്കാൻ വേണമെങ്കിൽ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഇതുവരെ പറഞ്ഞത് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വേഗം പ്രോബ്ലത്തിലേക്ക് പോവാം. അശ്വിൻ ഓയേ, ഇ എസ് പോയാ? രണ്ടുപേരും ഉണ്ട് അവിടെ. അശ്വിനോ, ഇത് കാണുന്നില്ലേ? നിങ്ങൾക്ക് പ്രോബ്ലം കാണുന്നില്ലേ? വേഗം നമ്മളിത് പറഞ്ഞ് എല്ലാ പ്രോബ്ലം കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാണുന്നില്ലേ എന്നൊന്ന് പറയൂ. അവിടെ എഴുതിയിട്ടാലും മതി. ആർദ്ര കാണുന്നില്ലേ ഇതൊക്കെ? കാണുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ശരി കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ശരി ഓക്കെ. സോയിൽ സാമ്പിൾ ഹാസ് പോറോസിറ്റി n ആണ് തന്നിരിക്കണേ. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കണ സ്മോൾ n ആണ്, 40% ആണ്. അപ്പൊ 0.4 ആണ്. n ഈസ് ഈക്വൽ ടു 0.4 ആണ്. ആദ്യത്തെ ലൈനിൽ നിന്ന് അത് കിട്ടി. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ക്യാപിറ്റൽ ജി ആണെന്നുള്ളത് അറിയണം. ജി ഈക്വൽ ടു 2.7 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഇ കണ്ടുപിടിക്കണം. ഇ അല്ലെ, ഈ ഗാമ ഡി ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഗാമ ഡി അല്ലെങ്കിൽ റോ ഡി ആവാം, ഗാമ ഡി ആവാം. റോ ഡി കണ്ടുപിടിച്ചിട്ട് ഗാമ ഡി കണ്ടുപിടിച്ചാലും മതി കേട്ടാ. ഇനി യൂണിറ്റ് വെയിറ്റ് 50%, എസ് ഈക്വൽ ടു 50% ആവുമ്പോൾ, അതായത് എസ് ഈക്വൽ ടു 0.5 ആവുമ്പോൾ നമ്മുടെ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്, അതുപോലെ എസ് ഈക്വൽ ടു 100% ആവുമ്പോൾ എത്രയാണ്, ഇതൊക്കെയാണ് ചോദ്യം. അപ്പൊ തന്ന സാധനങ്ങൾ ആദ്യം എഴുതി. എൻ ഈക്വൽ ടു 40%, 0.4 ആണ് കിട്ടി. സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആണ് എഴുതി. ഇനി ഫസ്റ്റ് ചോദ്യം എന്താ, വോയിഡ് റേഷ്യോ ഇ. അപ്പൊ നമുക്കറിയാം ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റേത് എഴുതി വെക്കരുത്. ഇ ഈക്വൽ ടു വി വി ബൈ വേസ് ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എപ്പോഴും ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ അത് നമുക്ക് യൂസേജ് വരില്ല. നമുക്ക് എന്നൊക്കെ തന്നെ നമുക്ക് അതുകൊണ്ടാണ് ആ സാധനം എയും എന്നെ തമ്മിലുള്ള ബന്ധം അറിയണം എന്ന് പറഞ്ഞത്. എന്നെ അറിയാമെങ്കിൽ ഈ കണ്ടുപിടിക്കാലോ കേട്ടാ. അപ്പൊ ഈ ഈക്വൽ ടു n ബൈ n 1 മൈനസ് n എന്നുള്ളത് ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിന്റെ ബേസിൽ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടില്ലേ, 0.4 ബൈ 1 മൈനസ് 0.4 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് വോയിഡ് റേഷ്യോ കിട്ടുന്നു 0.667 എന്നുള്ളത് കിട്ടുന്നു കേട്ടാ. അടുത്തത് ഗാമ ഡി ആണ്. ഡ്രൈ ഡെൻസിറ്റി എന്നാണ് ചോദ്യം. അപ്പൊ റോ ഡി ഗാമ ഡി ആവാം. അപ്പൊ നമുക്ക് ഗാമ ഡി എന്ന് തന്നെയാണ്. ഗാമ ഡി എന്ന് യൂസ് ചെയ്യാൻ കാരണം എന്താ, ഇ കിട്ടിക്കഴിഞ്ഞാൽ ഇ അറിയാമെങ്കിൽ, ഇപ്പൊ ഇ അറിയാം, പിന്നെ ജി അറിയാമെങ്കിൽ നമുക്ക് ഗാമ ഡി കണ്ടുപിടിക്കാലോ. ഗാമ ഡിയുടെ ഇക്വേഷൻ എന്താണ്, ജി റോ ഡബ്ല്യു. പിന്നെ അതുപോലെ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയണം,
നമ്മുടെ ഗാമ ഓഫ് ദ സോയിൽ ഈക്വൽ ടു ജി പ്ലസ് ഇ എസ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ആണെങ്കിൽ ഗാമ ഡിക്ക് എന്താണ് എസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ആണെന്നുള്ളത് അറിയാം. അപ്പൊ ജി 2.7 ഇട്ട് കൊടുക്കുന്നു. ഗാമ 9 എപ്പോഴും ഗാമ ഡബ്ല്യു 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് എടുക്കേണ്ടത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 എടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ 10 എടുക്കാം. ചിലപ്പോൾ അങ്ങനെയും പറയാം അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 എടുക്കാൻ പറയുകയാണെങ്കിൽ 10 എടുക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ പക്ഷം 9.81 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ബൈ 1 പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ സോയിലിന്റെ ഡെൻസിറ്റി ഇങ്ങനെ കിട്ടും, 15 പോയിന്റ് കിട്ടും കേട്ടോ. ഇനി അടുത്തത് സി പാർട്ട്, യൂണിറ്റ് വെയിറ്റ് 50% സാച്ചുറേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോ ഫുള്ളി സാച്ചുറേറ്റഡ് 50% സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളത് ക്ലാസ്സിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇ ഈക്വൽ ടു ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജി. ഇതിൽ ഇവർ ചെയ്തിട്ടുള്ളത് നമ്മൾ വേറെ രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജി പ്ലസ് ഇ എസ് ബൈ 1 പ്ലസ് അത് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഇതിലിങ്ങനെ നമ്മുടെ സാധാരണ ഇക്വേഷൻ എഴുതുക. ഗാമ എസ് ഈക്വൽ ടു ഗാമ എസ് എന്താണ്, ഗാമ ഓഫ് ദ സോയിൽ ഗാമ എസ് ഈക്വൽ ടു ജി പ്ലസ് അതൊന്ന് സെയിം തന്നെയല്ലേ കിട്ടുന്നത്, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. 7.85 ജി പ്ലസ് ഇ എസ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. ജി 2.7 പ്ലസ് ഇ എന്ന് പറയുന്നത് 0.667 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.667 ഇൻറ്റു 9.81. അത് സെയിം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. നമ്മൾ അങ്ങനെയാണോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ? 17.85 വരുന്നുണ്ടോ നോക്കൂ. ഈ വാല്യൂ വന്നിട്ടുണ്ടോ? 17.85. അപ്പൊ അത് ചെയ്താൽ മതി കേട്ടാ. നമ്മൾ ഇതേ രീതിയല്ല, ഇവരെന്ന് വെച്ചാല് വേറെ രീതിയിലാണ് ചെയ്തത്. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ച് നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ. ഗാമ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടാ. നമുക്ക് ഗാമ എസ് ഈക്വൽ ടു ഗാമ ഡി ബൈ 1 പ്ലസ് ഡബ്ല്യു അതാണ് ചെയ്തിട്ടുള്ളത് ഇവര്. നമുക്ക് അതും കൂടി അറിയാലോ. ഗാമ ഓഫ് ദി സോയിൽ ഈക്വൽ ടു ഗാമ ഡി ബൈ 1 പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന വേറൊരു, അത് ഇവിടെ നമ്മൾ എവിടെയോ ഇതിൽ തന്നെ നമ്മൾ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. സ്ലൈഡിൽ ഇത് ചെയ്ത പഴയ സ്ലൈഡാണോ എന്ന് സംശയം. അപ്പൊ അത് അങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ഗാമ ഡി ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു. അപ്പൊ അതാണ് അവർ ഇവിടെ ചെയ്തത്. അപ്പൊ അതിൽ വാട്ടർ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജിയിൽ ചെയ്തിട്ട് എസ് 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വാട്ടർ കണ്ടന്റ് ഫ്രാക്ഷൻ ആയിട്ട് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ജി പ്ലസ് ഇ എസ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യൂല് എസ് ഈക്വൽ ടു ഇത്. ഇനി അടുത്തതിൽ എന്താണ്, നമ്മുടെ ഇതേപോലെ തന്നെയാണ് അവർ വീണ്ടും വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചിട്ടാണ് സാച്ചുറേറ്റഡ് കണ്ടീഷനിലെ 100% ആകുമ്പോൾ വാട്ടർ കണ്ടന്റ് 0.247 ആണ് കണ്ടുപിടിച്ചു. അത് ചെയ്യണമെന്നില്ല, നമ്മുടെ ക്ലാസ്സിൽ ചെയ്ത പോലെ നമുക്കറിയാം. എന്തറിയാം? നമുക്കറിയാം, ഇത് എഴുതി വെക്കുക. ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഗാമ സെറ്റ് ഈക്വൽ ടു ഇതാണ് ഫസ്റ്റ് ബോക്സ്. അപ്പൊ അതിൽ ജി അറിയാം, ഈ വോയിഡ് റേഷ്യോ അറിയാം, ഗാമ ഡബ്ല്യു അറിയാം. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർദ്ര നമ്മുടെ നോട്ടിൽ 19.81 തന്നെ വന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെ ചെയ്തപ്പോ? 19.81. കണ്ട, അപ്പൊ രണ്ട് തരത്തിൽ ചെയ്താൽ ഒരേ ഉത്തരം തന്നെ വരിക. അപ്പൊ ഇത് ചെയ്യണമെന്നില്ലേ, നമ്മളെ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വോയിഡ് ഈ ഒരു സാധനം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ എന്ന് പറയുന്നത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ആ പ്രോബ്ലം അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ടോട്ടൽ വെയിറ്റ് ഗാമ 18.8 ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആണ്, വാട്ടർ കണ്ടന്റ് 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, വോയിഡ് റേഷ്യോ ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗാമ ഓഫ് ദി സോയിൽ 18.8 ആണ്. ദ ടോട്ടൽ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഗാമ എസ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഗാമ ഓഫ് ദി സോയിൽ എസ് പല നൊട്ടേഷനും കാണും. അതൊന്നും നമ്മളെപ്പോഴും ഗാമ എസ് എന്ന് എടുത്താൽ മതി. സോയിലിന്റെ എന്ന് പറയുമ്പോൾ ഗാമ സഫിക്സ് എസ് ഫോർ സോയിൽ. 18.8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ജി 2.67 ആണ്. വാട്ടർ കണ്ടന്റ് എത്രയാ? 12% എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം? 0.12. 12% ഈക്വൽ ടു 0.12 എന്ന് എഴുതി വെക്കാം കേട്ടോ. ഇനി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ ഡി ആണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത്, നമുക്ക് ഗാമ ഡി ഈക്വൽ ടു ജി ബൈ 1 പ്ലസ് ഇ ഇൻറ്റു വാട്ടർ ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാം. പക്ഷെ ഈ ഇവര് തന്നിട്ടില്ലല്ലോ, ഈ തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വാട്ടർ കണ്ടന്റ് എന്താ തന്നിട്ടുണ്ട് താനും. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താ? ഗാമ ഓഫ് ദി സോയിൽ തന്നിട്ടുണ്ട് 18.8 ആണ്. ഇഫ് ഗാമ എസ് ഈസ് നോട്ട് ടു യു
and if water content is known to you, we have to you can make use of the ready-made equation gamma d equal to gamma s by 1 plus water content. ക്ലിയർ ആണോ? അപ്പൊ സോയിലിന്റെ ഗാമ എസും ആ മണ്ണിന്റെ വാട്ടർ കണ്ടന്റും നമുക്ക് അറിയാമെങ്കിൽ ഗാമ ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഗാമ എസ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എപ്പോഴും ഇതിനേക്കാളും ചെറിയൊരു സംഖ്യയിൽ വരും വേണം. ഗാമ എസ് എന്ന് പറയുന്നതായിരിക്കും മച്ച് ലാർജർ ദാൻ ഗാമ ഡി, കാരണം ഡിവൈഡ് ചെയ്യാണല്ലോ. അപ്പൊ എന്തായാലും ഉത്തരം കുറയും. അപ്പൊ 16 പോയിന്റ് വന്നത് കണ്ടോ കേട്ടാ. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ അത് കിട്ടി. ഇനി അടുത്തത് വോയിഡ് റേഷ്യോ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ അറിയാം, ഇപ്പൊ നമുക്ക് എന്താണ് വോയിഡ് റേഷ്യോ ആണ് ചോദ്യം, ഇ ആണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ഈ ചോദിക്കുകയാണ് ഇപ്പൊ ഗാമ ഡി അറിയാം അല്ലെ. അപ്പൊ ഗാമ ഡിക്ക് അഗെയിൻ വേറെ ഇക്വേഷൻ ഉണ്ട്, രണ്ട് ഇക്വേഷൻ ആണ് ഗാമ ഡിക്ക് ഉള്ളത്. ഗാമ ഡി ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ഉണ്ട്. ദെൻ ഗാമ ഡി ഈക്വൽ ടു ഗാമ എസ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഉള്ള ഇക്വേഷൻ എന്താ, അപ്പൊ വീണു എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഗാമ ഡി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ആണ്. അപ്പൊ അതിന് ഈ കണ്ടുപിടിച്ചൂടെ. ഈ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതണ്ട, നമ്മളുടെ സാധാരണ രീതിയിൽ എഴുതിയിട്ട് നമ്മൾ അതിനെ കൊണ്ടുവന്ന് ഈ ഇങ്ങനെ ചെയ്താൽ പോരെ. അപ്പൊ അങ്ങനെ നമുക്ക് 0.56 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ അത് കിട്ടിയതിന് ശേഷം ഇനി അടുത്തത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇ എസ് ഇക്വൽ ടു ഡബ്ല്യു ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമ്മുടെ എസ് കിട്ടുന്നു. എസ് പോയിന്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ പെർസെൻറ്റേജ് ഇൻറ്റു 100 ചെയ്തിട്ട് പെർസെൻറ്റേജിൽ വേണം നമ്മുടെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ വേറെ ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. മാസ് ഓഫ് ദ സോയിൽ 20 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ വോളിയം തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ഇതാണ് അടുത്ത ടൈപ്പ് കേട്ടോ. ഇതിലും ഇങ്ങനത്തെ. അപ്പൊ ഇതിൽ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ നോക്കൂ. മാസ് ഓഫ് ദ സോയിൽ, മോയ്സ്റ്റ് സോയിൽ 20 കിലോഗ്രാം ആണ്. അതിന്റെ വോളിയം 0.011 മീറ്റർ ക്യൂബ് ആണ്. ഓവനിൽ ഡ്രൈ ചെയ്തപ്പോൾ അതിന്റെ മാസ് 16.5 കിലോഗ്രാം ആയിട്ട് ചുരുങ്ങി. അത് ഓക്കെ. ഇത് ഡാറ്റ പ്രകാരം നമുക്ക് വാട്ടർ കണ്ടന്റ്, ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദ സോയിൽ ഇൻ റോ കണ്ടീഷൻ, ഡ്രൈ ഡെൻസിറ്റി, വോയിഡ് റേഷ്യോ, പൊറോസിറ്റി, ഈ വക കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം വാട്ടർ കണ്ടന്റ് എത്ര എന്നാണ് ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ വാട്ടർ കണ്ടന്റ് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് വെറ്റ് വെയിറ്റ് അറിയില്ലേ 20 കിലോഗ്രാം, ഡ്രൈ വെയിറ്റ് അറിയില്ലേ 16.5. അപ്പൊ എത്ര വെള്ളമുണ്ട്, 20 ഉണക്കിയപ്പോൾ 16.5 ആയി. അപ്പൊ ഇതിലുള്ള ജലാംശം എന്ന് പറയുന്നത് 20 മൈനസ് 16.5 ആണ്. ദെൻ വാട്ടർ കണ്ടന്റ് ഈക്വൽ ടു ദാറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ യുവർ ലോവർ വാല്യൂ 16.5. ഡ്രൈ സോയിലിന്റെ വെയിറ്റ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ കിട്ടിയത് ഫ്രാക്ഷനിലാണ് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പെർസെന്റേജിൽ 21% വാട്ടർ ഉണ്ടായിരുന്നു ആ ഒരു കണ്ടീഷനിൽ എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് വാട്ടർ കണ്ടന്റ് കിട്ടി. ഇനി അടുത്തത് ഡെൻസിറ്റി ഓഫ് ദ മോയ്സ്റ്റ് സോയിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ റോ ഡെൻസിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ മോയ്സ്റ്റ് സോയിലിന്റെ വെയിറ്റ് എത്രയാ, 20 കിലോഗ്രാം ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വോളിയം ഇത്രയല്ലേ. അപ്പൊ അതിന്റെ ഡെൻസിറ്റി കിലോഗ്രാമിലായതുകൊണ്ട് മാസ് ആണ്. മാസ് ബൈ വോളിയം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, റോ ഓഫ് സോയിൽ കിട്ടില്ലേ. റോ എസ് എന്ന് പറഞ്ഞിട്ട് എസ് ഇട്ട് കൊടുത്തോളൂ, സഫിക്സിൽ എസ് ഇട്ട് കൊടുക്കുക. അപ്പൊ റോ എസ് ഈക്വൽ ടു 20/0 കിട്ടുമ്പോൾ നമുക്ക് ഇത്ര കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളത് കിട്ടും. അതായത് 1.818 ഗ്രാം പെർ സി സി എന്നാണ് എന്റെ അർത്ഥം. 1818 എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് ഈക്വലൻ ടു 1.8. എപ്പോഴും 1.8 വന്ന് നിൽക്കുക സോയിലിന്റെ, രണ്ടിലും ചുവടേക്ക് ആയിരിക്കും വരിക കേട്ടോ. 1.8 ഗ്രാം പെർ സി സി അല്ലെങ്കിൽ 18.18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, ഇതെല്ലാം ഒന്നാണ്. മനസ്സിലായോ? ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.818 ഗ്രാം പെർ സി സി ഓർ ഇറ്റ് ഈസ് ഈക്വലൻ ടു 18.18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് റോഡി ആണ്. റോഡി കിട്ടാനായിട്ട് റോഡി അറിയാമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇവര് പക്ഷെ ചെയ്തിട്ടുള്ളത് 16.5 വീണ്ടും ഈ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഇക്വേഷൻ നമുക്ക് റോഡി ആണെങ്കിൽ റോ എസ് നമുക്കറിയാം, റോ എസ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ് ചെയ്താലും ഉത്തരം സെയിം തന്നെ കിട്ടില്ലേ എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ചെക്ക് ചെയ്തേ ഇത് തന്നെ വരുന്നുണ്ടോന്നും, വേഗം ഒന്ന് ചെയ്തേ. ഉത്തരം കിട്ടിയ അവിടെ ഒരു എസ് പറഞ്ഞേ. റോ എസ് 1818.18 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.2121. ഈ ഉത്തരം കിട്ടിയെങ്കിൽ ഒരു എസ് അവിടെ പറയൂ.
ഡിബേഷൻ അവിടെ ഇല്ലേ? കിട്ടിയാ? ഡിവൈഡ് ചെയ്ത് നോക്കുക. ആരെങ്കിലും ഉത്തരം കിട്ടിയെങ്കിൽ ഒന്ന് പറഞ്ഞേ. കിട്ടും, അത് സിമ്പിൾ ആണ്, അത് കിട്ടാതിരിക്കില്ല. നിങ്ങൾക്കത് കാണുന്നില്ലേ? നമുക്ക് ഞാനൊന്ന് വെരിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. കിട്ടിയില്ലേ? കിട്ടി 1500 കിട്ടി കേട്ടാ. 1.5 gram per cc ഓർ 15 kN per meter cube എന്നുള്ളത്. അടുത്തത് നമ്മുടെ ഇ ആണ് ചോദ്യം. ഇ എന്ന് പറയുമ്പോൾ വോയിഡ് റേഷ്യോ ആണ് ഇ. അപ്പൊ ഈ കിട്ടാനായിട്ട് നമുക്ക് അഗൈൻ നമ്മുടെ ജി റോ ഡബ്ല്യു ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഈക്വൽ ടു ഗാമ ഡി ആണെങ്കിൽ അനലോഗസ്ലി അനലോഗ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് സെയിം ആസ് റോ ഡി ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ അത് പറയാം. ഇങ്ങനെയൊന്നും എഴുതണ്ട, നമ്മൾ സാധാരണ എഴുതുന്ന പോലെ റോ ഡി ഈക്വൽ ടു ജി റോ ഡബ്ല്യു, ഗാമയുടെ സ്ഥാനത്ത് റോട്ട് കൊടുക്കുക. അപ്പൊ ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ഇട്ട് കൊടുക്കുന്നു, ഈനെ കണ്ടുപിടിക്കുന്നു, ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. അപ്പൊ എപ്പോഴും അത് ആലോചിക്കുക. നമുക്ക് ഈ ഇങ്ങനെ റോഡി അറിഞ്ഞിട്ട് വാട്ടർ കണ്ടന്റ് അറിഞ്ഞിട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ റോഡി അറിഞ്ഞിട്ട് നമ്മൾ ഈ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കാണ് വരേണ്ടത്. റോഡിയും ഇയും തമ്മിലുള്ള ബന്ധം അതാണ്. റോഡി ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. അതിന്റെ ബേസിൽ ഈ കണ്ടുപിടിക്കുക കേട്ടോ. ഇനി ഈ കിട്ടി കഴിഞ്ഞാൽ എൻ ആണ് അടുത്ത ചോദ്യം. പൊറോസിറ്റി എൻ. അപ്പൊ ഇക്വേഷൻ നമുക്കറിയാം, എൻ ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് ഇ. അപ്പൊ ഈ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ആൻസർ എന്നും പെർസെന്റേജിൽ പറയണം. ഈ പെർസെന്റേജിൽ പറയരുത്, അത് ഫ്രാക്ഷൻ ആണ്. എൻ പെർസെന്റേജിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം കേട്ടോ. അടുത്തത് എസ് ആണ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജിയിൽ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ 71.58 എന്ന് പറയുന്ന ഉത്തരത്തിലെത്തുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇതെന്ന് പറയുന്നത് സോയിൽ സ്പെസിമെന്റ് വാട്ടർ കണ്ടന്റ് 10%, വെയിറ്റ് 20 ആണ്. അപ്പൊ നമുക്കറിയാലോ 20 ബൈ എന്ത് ചെയ്താൽ മതി? ഗാമ ഡി ആണ് ചോദ്യം. അപ്പൊ ഗാമ ഡി ഈക്വൽ ടു 20 ബൈ 1 പ്ലസ് 0.1, അപ്പൊ 18 പോയിന്റ് കിട്ടും. എപ്പോഴും അതിനേക്കാളും ചെറിയ സംഖ്യ ആയിരിക്കും ഗാമ ഡി. ഇനി ഗാമ ഡി കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ വോയിഡ് റേഷ്യോ. അപ്പൊ നമ്മുടെ അടുത്ത ഇക്വേഷൻ നമ്മളിപ്പോ പറഞ്ഞത് തന്നെ കേട്ടാ. ജി അത് വെച്ച് കൊടുക്കുക, അതിൽ ഇ കണ്ടുപിടിക്കുക. ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജി വെച്ചിട്ട് അത് കണ്ടുപിടിക്കുക. അടുത്തത് ഇതേ സെയിം ക്വസ്റ്റ്യൻ. മോയിസ്റ്റ് സാമ്പിളിന്റെ വെയിറ്റ് 3.52 ന്യൂട്ടൺ ആണ്. അപ്പൊ അത് ഓവനിൽ വെച്ചപ്പോ 2.9 ന്യൂട്ടൺ ആണ്. ഇനി ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ സെയിം ആയിട്ട് ചെയ്താൽ മതി, ഉത്തരം കിട്ടും കേട്ടോ. അപ്പൊ ആദ്യം ഗാമ ഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ട് കണ്ടോ, 1.85 ക്ലാസ്സിൽ ചെയ്ത രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ഇതേ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ. അപ്പൊ അതിന്റെ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് 3.52 മൈനസ് 2.9 ബൈ 2.9 ചെയ്തിട്ട് നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുക. വാട്ടർ കണ്ടന്റ് കിട്ടിയതിനു ശേഷം നമ്മുടെ എങ്ങനെ ചെയ്തേ? വാട്ടർ കണ്ടന്റ് ആർദ്രം എന്ന് പറഞ്ഞ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ വോയിഡ് റേഷ്യോ ഇ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയായിരുന്നു? നോട്ടിലുണ്ടോ? റോഡ് ഈക്വൽ ടു 0 ഒമേഗ ബൈ 1 പ്ലസ് സിയുടെ ഇക്വേഷൻ. എന്നിട്ട് ഈ കണ്ടുപിടിച്ചു. അതന്നെ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഈ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് റോഡി കണ്ടുപിടിക്കാം. അവിടെ ഡ്രൈ വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിന്റെ ആൻസർ ഇവിടെ കിടക്കുന്നുണ്ട്. അതന്നെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ 3.52 മൈനസ് 2.9 ചെയ്തിട്ട് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചു. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഗാമ 18.5 എന്നുള്ളത് ഇങ്ങനെയാണ് കിട്ടിയത്. ഗാമ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സോയിലിന്റെ ഗാമ തന്നിട്ടില്ല. അപ്പൊ വാട്ടർ കണ്ടന്റ് നമ്മൾ ഈ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ, ആ ഇക്വേഷൻ. അപ്പൊ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഗാമ ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാല് ജി ഇത്രയാണ് 1.85 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇൻറ്റു 10 ചെയ്തിട്ട് നമ്മൾ ആ സോയിലിന്റെ ഗാമൈസ് കണ്ടുപിടിച്ചിട്ട് ഗാമ ഡി ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു എന്നുള്ള രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ മറ്റു രീതിയിലും ചെയ്തിട്ട് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ ജി ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്നുള്ള രീതിയിലും ചെയ്യാം. ഈ തന്നിട്ടുണ്ട് ഇവിടെ ഇല്ല, അത് ഈ കമ്പ്യൂട്ട് ചെയ്യാ വേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയാണോ ചെയ്തിട്ടുള്ളത്? ആർദ്രം നോട്ട് ബുക്കിൽ നോക്കി നോക്ക്. ഇങ്ങനെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നേ? ആദ്യം വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് റോഡി കണ്ടുപിടിച്ചു, വാട്ടർ കണ്ടന്റ് എന്നിട്ട് ഈ കണ്ടുപിടിച്ചു റോഡി ഇക്വേഷൻ കിട്ടി. അപ്പൊ ഗാമ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ 18.5 എങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ?
ഹലോ 1.85 അല്ലേ മിസ്? 1.85 ആണോ? റോ രീതിയിലാണെങ്കിൽ ഗാമ എന്ന് പറയുമ്പോൾ 18.5 വരണം. ക്വസ്റ്റ്യനിൽ റോഡ് ഈക്വൽ ടു റോ എസ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ്. അപ്പൊ ഇത് മാസ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു അങ്ങനെ ചെയ്തില്ല. അപ്പൊ നമുക്ക് ഗാമാടി നമ്മള് ക്ലാസ്സിൽ 15.24 എന്ന് പറഞ്ഞ് കിട്ടിയില്ല. റോഡി ആൻസർ 15.24 തന്നെയാണോ വന്നിട്ടുണ്ടായിരുന്നത്? റോഡി 1.53 ഗ്രാം പെർ സി സി കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് തന്നെ. അപ്പൊ അങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഈ സ്ലൈഡിലുള്ള പ്രകാരം നമുക്ക് അപ്പൊ ഉത്തരം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത രീതിയിൽ ഫോളോ ചെയ്യാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഗാമ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ 1.85 ഇവിടെ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഗാമ ഡബ്ല്യു ചെയ്താൽ നമുക്ക് സോയിലിന്റെ യഥാർത്ഥ ഗാമൈസ് കിട്ടും. ഇത് സ്പെസിഫിക് ഗ്രാവിറ്റിയും മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ 2.65 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 9.81 നമ്മൾ എടുത്തതിന്റെ പകരമാണ്. അപ്പൊ നമുക്ക് ഗാമ ഡി കൊണ്ട് ഗാമ എസ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ് എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2 തരത്തിൽ തന്നുകൊണ്ട് കണ്ടാ 2 തരം ഒന്നും കൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് സോളിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സോളിഡ്സ് 2.65 ആണ്, മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.85 ആണ്. അപ്പൊ യഥാർത്ഥ സോയിലിന്റെ ഗാമൈസ് ഉണ്ടെങ്കിൽ ഇതാണ് കൂടുതൽ റിലയബിൾ വരിക. 1.85 ഇൻറ്റു 9.81 അല്ലെങ്കിൽ 10. ഇവര് 10 ആയിട്ടാണ് എടുത്തത് കണ്ടോ. ഇവര് പറഞ്ഞിട്ടുണ്ട് ഗാമ ഡബ്ല്യു 10 ആയിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഗാമൈസ് കിട്ടിയത് 18.5. എന്നിട്ട് അവര് ഗാമ ഡബ്ല്യു ഗാമ ഡി കണ്ടുപിടിക്കുകയാണ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നോട്ടിൽ ചെയ്തത് വേറെ രീതിയിലാണെങ്കിൽ അതും സെയിം ഉത്തരത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഗാമ ഡി. അപ്പൊ പല തരത്തിൽ ഇത് ചെയ്യാം. പക്ഷെ ആൻസർ ഈ പറഞ്ഞ പോലെ കുറച്ച് അങ്ങനെ പിന്നെ ആൻസർ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറർ ഉണ്ടെങ്കിൽ കൂടി ചെയ്ത സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലും മാർക്ക് വരും. അതൊന്നും ഒരു കുഴപ്പമില്ല. സ്റ്റെപ്പുകൾ പക്ഷെ കറക്റ്റ് ആണ്, ഇക്വേഷൻസ് തെറ്റരുത്. ആ ഒരു റേഞ്ച് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പൊ അത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 15 ആ റേഞ്ചിലാവണം, അല്ലെങ്കിൽ 1.5 ഗ്രാം പെർ സി സി ആ ഒരു രീതിയിൽ വരണം. പിന്നെ ഇത് 15 ഉള്ളത് ഒരു 22 ഒക്കെ ആകുമ്പോൾ ആൻസർ വരില്ല. അപ്പൊ 15ന് ഒരു 14 അങ്ങനെയൊക്കെ 16 വരെയൊക്കെ വരികയാണെങ്കിൽ ഇതിനൊക്കെ ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പൊ ഗാമാഡിയുടെ ഉത്തരം കിട്ടിയതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ഈക്വൽ ടു ഗാമാഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഇ കിട്ടുന്നു. ഇ ഈക്വൽ ടു എൻ ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് ഇ എന്നുള്ളത് അറിയാം. എൻ കിട്ടുന്നു, എസ് കിട്ടുന്നു. അത്ര തന്നെയുള്ളൂ കേട്ടോ. ഇനി ഇത് എന്ന് പറയുന്നത് കുറച്ചൊരു അഡ്വാൻസ് പ്രോബ്ലം ആണ്. അപ്പൊ ഇതിൽ എന്താണ് വരുന്നത്? സാമ്പിൾസ് ഓഫ് ക്ലേ വാസ് കോട്ടഡ് വിത്ത് പാരഫിൻ വാക്സ് ആൻഡ് മാസ് ഇൻക്ലൂഡിംഗ് ദ മാസ് വാസ് ഫൗണ്ട് ടു ബി 697. ഇത് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ബോർഡിലൊക്കെ വരച്ച് പറയുമ്പോഴാണ് കൂടുതൽ നിൽക്കൊന്ന് മനസ്സിലാവുക. അപ്പോ ഇതില് ചെയ്തിട്ടുള്ളത് നമ്മളതൊരു പിക്ചറൊക്കെ വരച്ചിട്ട് ക്ലാസ്സിൽ ചെയ്തത് ആ രീതിയിൽ പറയേണ്ടി വരില്ല. അതായത് ഓൺലൈനായിട്ട് എത്രമാത്രം നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതൊരു ഇത്. 699.5 അല്ലെ, മണ്ണിന്റെ ചുറ്റും പാരഫിൻ വാക്സ് കോട്ട് ചെയ്തത് 697.5. ഇനി അത് വാക്സ് ഇല്ലാതെ 690.5. ഓക്കെ. അപ്പൊ വാക്സിന്റെ മാസ് കിട്ടി. അതുപോലെ നമ്മൾ അത് ഡിപ്പ് ചെയ്തിട്ട് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ പ്രകാരം നമ്മൾ ഡിസ്പ്ലേസ്ഡ് എത്ര ഇവര് പറഞ്ഞിരിക്കണേ 7.5 എന്ന് പറയുന്നില്ലേ എവിടെയോ? ഇവിടെ കണ്ടോ ആ ഒരു മാസ് ഓഫ് ഇത് വോളിയം ഓഫ് നമുക്ക് മാസ് ബൈ വോളിയം ഓഫ് ഇത് ചെയ്യണം. വോളിയം ഓഫ് വാക്സ് എന്ന് പറയുമ്പോൾ 7.5 ബൈ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വാക്സിന്റെ 0.89 തന്നിട്ടുണ്ട്, 1 ഗ്രാം പെർ സി സി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് വാക്സ് 8.43 എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് സോയിൽ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ ആ ഒരു മണ്ണിന്റെ കട്ട നമ്മൾ വെള്ളത്തിൽ മുക്കിയപ്പോൾ വാക്സ് കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സോയിലിന്റെ പാറ്റ് നമ്മൾ വെള്ളത്തിൽ ഇതാക്കിയപ്പോൾ ഡിസ്പ്ലേസ്ഡ് 355 ആന്ന് പറഞ്ഞു. അപ്പൊ സോയിലിന്റെ ഇത് എത്ര വരും? സോയിലിന്റെ വോളിയം എന്ന് പറയുമ്പോൾ 355 നമ്മുടെ വാക്സിന്റെ വോളിയം മൈനസ് ചെയ്യണം. വാക്സിന്റെ വോളിയം അതുകൊണ്ടാണ് 8.43 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. സോയിലിന്റെ വോളിയം, സോയിൽ പ്ലസ് വാക്സിന്റെ വോളിയം 355, വാക്സിന്റെ മാത്രം വോളിയം 8.43. അപ്പൊ അങ്ങനെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് വോളിയം ഓഫ് സോയിൽ കിട്ടി കേട്ടോ. ഇനി ഇവിടെ ഉള്ളത് അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ബൾക്ക് ഡെൻസിറ്റി എന്നാണ്. ഈ ചോദ്യം ഇങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ ഇതിങ്ങനെ പഠിക്കണം. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ
ഇങ്ങനെ സ്പെഷ്യൽ പ്രോബ്ലംസ് ആണല്ലോ. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ബൾക്ക് ഡെൻസിറ്റി? ഇവിടെ പറയുന്നുണ്ട് വിത്തൗട്ട് വാക്സ് ആ ഒരു സോയിലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 690 gram ആണ്. 690 ബൾക്ക് ഡെൻസിറ്റിയാണ് വേണ്ടത്. അപ്പൊ മാസ് ബൈ വോളിയം ചെയ്താൽ പോരെ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതല്ലേ ബൾക്ക് ഡെൻസിറ്റി. അപ്പൊ മാസ് ഓഫ് സോയിൽ 690. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? വോളിയം ഓഫ് സോയിൽ 346 കിട്ടി. അപ്പൊ അങ്ങനെയാണ് 1.99 gram per milli or gram per cc. 1.99 gram per cc എന്നുള്ളത് കിട്ടി. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. ആദ്യം നമ്മൾ വാക്സിന്റെ മാസ് എടുത്തു. മാസിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു? മാസ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി വാക്സ് ചെയ്തപ്പോൾ വോളിയം ഓഫ് വാക്സ് കിട്ടി. ഇനി നമ്മൾ അത് ഇതിനാ ചെയ്തത്? നമുക്ക് വോളിയം സോയിലാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു ലൈൻ നോക്കിക്കഴിഞ്ഞാൽ സോയിലിന്റെ ഇത് എന്ന് പറയുന്നത് വോളിയം ഓഫ് സോയിൽ എന്ന് പറയുമ്പോൾ 355 ആണ് പറയണവര് അല്ലെ. അത് വെള്ളത്തിൽ മുക്കിയപ്പോൾ ആ കട്ട വിത്ത് വാക്സ് കോട്ടിങ് മുക്കിയപ്പോൾ നമുക്ക് 355 മില്ലി വാസ് ഡിസ്പ്ലേസ്. സോ 355 എന്ത് മൈനസ് ചെയ്യണം? നമ്മുടെ ഈ വാക്സിന്റെ വോളിയം മൈനസ് ചെയ്യണം. അതന്നെയാണ് നമ്മൾ ഈ ലൈൻ ഇവിടെ എഴുതി വെച്ചത്. അങ്ങനെ നമുക്ക് വോളിയം ഓഫ് സോയിൽ കിട്ടി. അപ്പൊ ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി. ഇനി നമ്മുടെ സാധാ കാര്യം ഗാമ ഡി ഈക്വൽ ടു ഗാമ ബൾക്ക് ബൈ ഗാമ എസ്. ഗാമ ബൾക്ക് ഓർ ഗാമ എസ് എന്നൊക്കെ പറയാം. ഗാമ ബി ഗാമ എസ് എന്നൊക്കെ നൊട്ടേഷൻസ് കാണാം. 1.9 ബൈ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് തോന്നുന്നു. 0.18 എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. വാട്ടർ കണ്ടന്റ് തന്നിട്ടില്ലേ? ആ കണ്ടോ, വെയിറ്റ് റെപ്രസെന്റേറ്റീവ് സോയിലിന്റെ വെയിറ്റ് വാട്ടർ കണ്ടന്റ് 18% ആണ്. 0.18. ഇനി ഇതിന് കിട്ടിയതിന് ശേഷം നമ്മുടെ ഇക്വേഷൻ ഈ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഗാമ ഡബ്ല്യു 0W ഇവിടെ റോ ആണ് കേട്ടോ. ഗ്രാം എന്ന് പറഞ്ഞത് കൊണ്ട് അത് റോ ഡബ്ല്യു ആണ്. അപ്പൊ റോ ഡബ്ല്യൂയുടെ വാല്യൂ 1 gram per cc ആണ്. വെള്ളത്തിന്റെ വാട്ടറിന്റെ റോ ഡബ്ല്യു 1 gram per cc ആണ്. ഇവിടെ 9.81 വെച്ച് കൊടുക്കരുത്, കാരണം അവർ പ്രോബ്ലം മീൻസ് ഇൻ ദ മാസ് ഡെൻസിറ്റി അപ്രോച്ച്. ഓക്കെ, അങ്ങനെ ഈ കിട്ടി, എസ് കിട്ടി, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിൽ പറയുന്നത് കോമ്പാക്ഷൻ ടെസ്റ്റ് ഓൺ എ സോയിൽ, ദ മാസ് ഓഫ് വെറ്റ് സോയിൽ വെൻ കോമ്പാക്റ്റഡ് ഇൻ ദ ഫീൽഡ് മൗൾഡ് ഇത്രയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കോമ്പാക്ഷൻ ടെസ്റ്റ് ആണ്. ഇത് നമ്മൾ കോമ്പാക്ഷൻ ചെയ്തപ്പോൾ ഈ പ്രോബ്ലം നാളെ ചെയ്തു തോന്നുന്നു അല്ലെ ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ. അപ്പൊ കോമ്പാക്ഷൻ ടെസ്റ്റ് നടത്തിയപ്പോ മാസ് ഓഫ് വെറ്റ് സോയിൽ കോമ്പാക്റ്റഡ് 1.85 എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ കണ്ടന്റ് 16% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വോളിയം ഓഫ് ദി മോൾഡ് 0.945 ലിറ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ ബേസിൽ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ഡ്രൈ ഡെൻസിറ്റി വേണം. അപ്പൊ അതിന് ആദ്യം എന്ത് വേണം? ബൾക്ക് ഡെൻസിറ്റി വേണം. ബൾക്ക് ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം ചെയ്താൽ മതി. വെയിറ്റ് ബൈ വോളിയം. വെയിറ്റ് എത്രയാണ്? ഇവിടെ റോ എന്ന് എഴുതണം, കാരണം കിലോഗ്രാമിലായതുകൊണ്ട് യുവർ ഡെൻസിറ്റി ഇസ് നോട്ട് ഇൻ ഗാമ റോ. അപ്പൊ റോ എസ് എന്ന് എഴുതിക്കോ. റോ എസ് ബൾക്ക് ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു 1.855 ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ്? അതിന്റെ ഒരു മൗൾഡിൽ ആ ഒരു മോൾഡിന്റെ വോളിയം 0.945 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് കൺവേർഷൻ എങ്ങനെ വരും? ഇതിനെ മീറ്റർ ക്യൂബ് ആക്കണമെങ്കിൽ ഇൻറ്റു 10⁻³ ലിറ്റർ ഇൻറ്റു 10⁻³ ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ ക്യൂബിൽ കിട്ടും. അപ്പൊ ആൻസർ 1.9 gram per cc, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം ഇത്രയും കിലോഗ്രാം പെർ മീറ്റർ 19.62 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. നമ്മുടെ ഗാമ രീതിയിലാണെങ്കിൽ അങ്ങനെ വരും. മനസ്സിലായി? അപ്പൊ ആ ആൻസർ കിട്ടി. ഇനി റോ ഡി ഈക്വൽ ടു റോ ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ് ചെയ്താൽ പോരെ. അപ്പൊ അത് ചെയ്യുന്നു, വാട്ടർ കണ്ടന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പൊ അറിയാം. എസ് കണ്ടുപിടിക്കുന്ന വരെ ഒരു കുഴപ്പമില്ല. പക്ഷെ അടുത്തൊരു ചോദ്യം പെർസെന്റേജ് എയർ വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനും കൂടി അറിയണം കേട്ടോ. ഓക്കെ, അപ്പൊ എയർ വേർഡ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് റോ ഡി ഈക്വൽ ടു 1 - n. ഇത് നമ്മൾ ആദ്യത്തെ ഒരു നോട്ടിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയും ഒരു റോഡിക്ക് അഗെയിൻ എന്നെ പെർസെന്റേജ് എയർ വേർഡ്സ് എന്നെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇതാണ്. ഡെറിവേഷനും നമുക്ക് ആവശ്യമില്ല, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്നെ എന്ന് പറയുന്നത് എന്താണ്? എയർ വേർഡ്സ്. അപ്പൊ അതാണ് ചോദ്യം. ഇതിലെ ബാക്കി എല്ലാം അറിയാം, എന്നെ മാത്രം കിട്ടിയാൽ മതി. അപ്പൊ എന്നെ നമുക്ക് ആൻസർ 9.78 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഈ പ്രോബ്ലം നമുക്ക് ഓടി ബൾക്ക് ഡെൻസിറ്റി ബൊറോപിറ്റിന്റെ ആണ്. ഒരു മിനിറ്റ്, നമുക്ക് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇതിലേക്ക് വരാം. ഇനി അത് രണ്ടെണ്ണം അവിടെ ഞാൻ തൽക്കാലം ഒന്ന് പെൻഡിങ്ങിൽ വെക്കുന്നുണ്ട്. ഇത് ഇതിലേക്ക് വരാം കേട്ടോ. ഇനി അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന അപ്രോച്ച് ആണ്. ഈ പ്രോബ്ലം സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ പഠിക്കുക. റിലേറ്റീവ് ഡെൻസിറ്റി റിലേറ്റീവ് കോമ്പാക്ട്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതൊരു എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഇനി അതിന്റെ ഇക്വേഷൻ ഈ നമ്മൾ ഐ ഡി ഈക്വൽ ടു ഇ മാക്സ് മൈനസ് E0 ബൈ ഇ മാക്സ്. എപ്പോഴും ഇതിൽ നിന്നൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പൊ ഇ മാക്സ് മൈനസ് E0 ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം എന്നുള്ളതാണ്. മാക്സിമം വോയിഡ് റേഷ്യോ
എന്ന നാച്ചുറൽ കണ്ടീഷനിലുള്ള വോയിഡ് റേഷ്യോ എന്ന് മിനിമം വോയിഡ് റേഷ്യോ അല്ലെ. മിനിമം എപ്പോഴാണ് വോയിഡ് റേഷ്യോ വരിക? ഏറ്റവും ഡെൻസസ്റ്റ് സ്റ്റേജിലാണെങ്കിലാണ് മിനിമം വോയിഡ് റേഷ്യോ. ഏറ്റവും ലൂസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ മാക്സിമം വോയിഡ് റേഷ്യോ ആണ് വരിക. ഓക്കെ, അപ്പൊ അതിന്റെ രീതിയിൽ അത് നമ്മൾ ഇക്വേഷൻസും കാര്യങ്ങളും അതിന്റെ ഒരു ഇതൊക്കെ പഠിച്ചു വെക്കാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഫീൽഡ് ഡ്രൈ ഡെൻസിറ്റി 15.5 gram per cc എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റി ആർ 14. The field dry unit weight 15.5 kilonewton per meter cube. The weight of dry soil filled in container. Okay, അപ്പൊ ഇതിൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? 14 അവിടെ കണ്ടോ. മിനിമം ഇതിലെ മിനിമം മാക്സിമം വാല്യൂ ഇത്രയും വന്നിട്ടുള്ളത് ഗാമ. ഇനി വേറൊരു ഇക്വേഷനും കൂടി ഐ ഡിക്ക് ഉണ്ട് കേട്ടോ. ഐ ഡി വോയിഡ് റേഷ്യോന്റെ ബേസിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇനി നമ്മുടെ ഗാമ ഡെൻസിറ്റികളാണ് ഡയറക്ട്ലി തന്നിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഗാമ ഡി മാക്സ് ഡിവൈഡഡ് ബൈ ഗാമ ഡി ഇൻറ്റു ഗാമ. ഇതിൽ നിന്ന് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് വോയിഡ് റേഷ്യോ. അപ്പൊ നമുക്കറിയാലോ ഗാമയും വോയിഡ് റേഷ്യോ തമ്മിലുള്ള ഗാമയുടെയും വോയിഡ് റേഷ്യോ തമ്മിലുള്ള റിലേഷൻ ഒക്കെ നമുക്കറിയാം. അപ്പൊ അതിന്റെ ബേസിൽ തന്നെ വന്നിട്ടുള്ള ഒരു വേറൊരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എന്താണ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഗാമാഡി ഈ രണ്ട് കേസിലും ഗാമാഡി അങ്ങനെയാണെങ്കിൽ ഈ എത്രയാന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ച് ചെയ്താലും മതി. ഓക്കെ, നമുക്കറിയാലോ ഗാമാഡി ഈക്വൽ ടു എന്താണ്, ഗാമാഡിയും നമ്മുടെ ഇയും തമ്മിലുള്ള ബന്ധം അറിയാലോ. ആ രീതിയിൽ ഈ മാക്സ് ഗാമ ഡി മിനിമം എന്ന് പറയുമ്പോൾ മിനിമം ആണ് ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഡെൻസിറ്റി കുറയാൻ കാരണം എന്താ, വോയിഡ് റേഷ്യോ കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ ഗാമ ഡി മിനിമം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ എന്ന് പറയുമ്പോൾ മാക്സിമം ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നേ? ഇത് നോട്ട് ഉണ്ടോ കയ്യില് ഈ പ്രോബ്ലം? ആതിരയുടെ കയ്യിലുണ്ടോ നോട്ട്? ഇത് എങ്ങനെ ചെയ്ത് നമ്മള്? ഇത് 15.5 അല്ലേ, അത് വെച്ചിട്ട് E0 കണ്ടുപിടിച്ചു ആദ്യം. അത് കഴിഞ്ഞിട്ട് റോഡി ലൂസ് 14, അത് വെച്ചിട്ട് ഇ മാക്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് റോഡി കോമ്പാക്റ്റഡ് എത്രയാ 18, അത് വെച്ച് ഇ മിനിമം കണ്ടുപിടിച്ചു. അതായത് ഇ മാക്സ് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്ത ഇക്വേഷൻ ഇ മാക്സ് മൈനസ് E0 ബൈ അത് തന്നെയായിരുന്നു? അതോ ഈ ഇക്വേഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ? ഗാമ ഡി മാക്സ് ബൈ ഗാമ ഡി ഇൻറ്റു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണോ ചെയ്തത്? ഇല്ല, ഈ ഇക്വേഷൻ അല്ല, ഇ മാക്സ് മൈനസ് അല്ല, ഇ മാക്സ് മൈനസ് E0 ബൈ ഇ മാക്സ് ബൈ മൈനസ് ഇ മിനിമം. അപ്പൊ ഞാനേ ക്ലാസ്സിൽ അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്താ വെച്ചാല് അത് സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു വഴി. ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഗാമ ഡി മാക്സ് ബൈ ഗാമ ഡി ഇങ്ങനെ ചെയ്താലും തെറ്റില്ല. ഗാമ ഡി മാക്സ് ബൈ ഗാമ ഡി ഇൻറ്റു ഗാമ ഡി മൈനസ് ഗാമ ഡി മിനിമം ബൈ മാക്സിമം മൈനസ് മിനിമം. ഇതിലപ്പോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കണ്ടോ. പക്ഷെ ഇക്വേഷൻ അറിയണമെന്ന് മാത്രം. ഈ ഗാമ ഡി മാക്സ് പറയുമ്പോൾ മാക്സിമം ഡെൻസിറ്റി 3 കേസിലും എത്രയാ? 15, 14, 18. അതാണ് 18. 18 ബൈ ഗാമ ഡി എന്ന് പറയുമ്പോൾ ആ ഒരു മോഡറേറ്റ് വാല്യൂ മിനിമം അല്ലാത്തത് 15.5 മൈനസ് 15 14 മിനിറ്റ്സിനോ ഇതിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിൽ സിമ്പിൾ ആയിട്ട് ഇത് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിത് മറ്റു രീതിയിൽ ചെയ്യണം എന്നില്ല. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഫസ്റ്റ് കേസ് നോക്കാം. സോയിലിന്റെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് 15.5 ആണ്. അപ്പൊ ഗാമ ഡി ഈക്വൽ 15.5. ഇനി അതിന്റെ മാക്സിമം വാല്യൂ 18 ആണ്. മാക്സിമം ഡെൻസിറ്റി 18 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഗാമ ഡി മാക്സിമം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഡെൻസിറ്റി മാക്സിമം ആവുക? നമുക്കറിയാം കോമ്പാക്ട് ചെയ്തിട്ട് എല്ലാ വോയിഡ്സും പോയാലാണ് ഡെൻസിറ്റി മാക്സിമം ആവുക. അപ്പൊ വോയിഡ് റേഷ്യോ മിനിമം ആവില്ലേ? ആ ഒരു അർത്ഥം എടുക്കുക. അതായത് നമ്മൾ 18 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി മാക്സിമം ആണ്. അപ്പൊ കറസ്പോണ്ടിങ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ മിനിമം ആയിരിക്കും. ഇനി ഇ എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ ലൂസ് ആണ്, ഡെൻസിറ്റി ലോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അതിൽ വോയിഡ്സ് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ 40 എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും എന്താണ് ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഡെൻസിറ്റി കുറവാണ്, വോയിഡ് റേഷ്യോ മാക്സിമം ആയിരിക്കും.
ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ അല്ലേ വരിക. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, എന്നിട്ട് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുക കേട്ടോ. ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ജി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആർദ്ര പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോട്ടിൽ ചെയ്തത് അങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നമ്മൾ പിടിച്ചത് കൊണ്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 15.5 ആണ് ഗാമ ഡി. 15.5 ഈക്വൽ ടു ജി ഇൻറ്റു റോ ഡബ്ല്യു ബൈ 1 + E എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കണ്ടുപിടിച്ചൂടെ. അതാ നോട്ട് ഒന്ന് നോക്കുക അതിന്റെ ശേഷം കേട്ടോ. അപ്പൊ നമുക്ക് ഈ കിട്ടും. അതായത് ഇത് കണ്ട 0.709 കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തത് മറ്റേത് ചെയ്യുമ്പോൾ ഈ കിട്ടും. അപ്പൊ അത് മാക്സിമം കണ്ടീഷനിൽ ഗാമ ഡി മിനിമം ആകുമ്പോഴാണ് നമുക്ക് വാല്യൂ കിട്ടുക. അത് ഇപ്പോൾ നമ്മൾ അത് അറിയണം എന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി ചെയ്ത് വരുമ്പോൾ മിനിമം വാല്യൂവിലായിരിക്കും മാക്സിമം വോയിഡ് റേഷ്യോ കിട്ടുന്നുണ്ടാവുക. മനസ്സിലായി? അത് കിട്ടിയതിന് ശേഷം നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതേ ഉത്തരം കിട്ടും ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഇക്വേഷൻ ഇതും കൂടി ഒന്ന് ഇതാക്കി വെക്കുക. അപ്പൊ ഇതിന്റെ ആവശ്യം വരില്ല, ഇത് മനസ്സിലാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാലും മതി. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. അപ്പൊ പഠിക്കുമ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ IS 2720 എന്നെങ്കിലും എഴുതി വെക്കാനായിട്ട് അറിയാം. പാർട്ട് 2 1973 ഇത് പ്രൊവിഷൻ വന്നത്. അപ്പൊ അത് മെത്തേഡ് ഓഫ് ടെസ്റ്റ് അല്ല, പ്രൊവിഷൻ വന്നതല്ല കേട്ടോ, ഇത് ലാസ്റ്റ് റിവൈസ് ചെയ്തതാണ് 1973 എന്നുള്ളത് പറയാം. ഇപ്പോഴും നമ്മൾ ലാസ്റ്റ് റിവിഷൻ ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ശേഷം ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഒന്നും അങ്ങനെ അപ്ഡേറ്റ് ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് റിവിഷൻസ് വളരെ പഴയ കാലത്തിൽ അത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ്, ഇതിൽ കോഡൊക്കെ എഴുതി വെക്കുകയാണ് നല്ലതാണ്. മനസ്സിലായോ? ഇനി അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓവനിൽ കൊണ്ടുവയ്ക്കുന്നതിന്റെ മുന്നേ വെയിറ്റ് എടുക്കും, ഓവനിൽ വെച്ച് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വെയിറ്റ് എടുക്കും, എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സംഭവം കിട്ടും. അത്രയല്ലേ? ഇതിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ എഴുതാനും നല്ലതായിരിക്കും. നമ്മുടെ ഓവൻ ഡ്രൈ മെത്തേഡ് അല്ലാതെ വേറെ കുറെ മെത്തേഡ്സ് ഉണ്ട്, വാട്ടർ കണ്ടന്റ്, നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ് ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ്. അത് കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ജി കണ്ടുപിടിക്കാൻ കണ്ടോ, IS 27 ആ ഒരു പേരുകളും കാര്യങ്ങളും എഴുതി വെച്ചാൽ മാർക്ക് കൂടുതൽ കിട്ടാനൊക്കെ അത് ഉപകരിക്കും കേട്ടോ. ഇനി ജി കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ഇയും എസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. അതുപോലെ സോയിലിന്റെ ഒരു എല്ലാ ഡെൻസിറ്റി ഒക്കെ അറിയാനായിട്ട് നമുക്ക് ജി കണ്ടോ, അതിന്റെ യൂണിറ്റ് വെയിറ്റ് ഒക്കെ കണ്ടുപിടിക്കാനും സീവ് അനാലിസിസിലും ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ നടത്താനൊക്കെ നമുക്കിത് സഹായമാണ്. പൈക്നോമീറ്റർ വെച്ചിട്ടാണ് ചെയ്യുക, അല്ലാതെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലിന്റെ ഫിഗർ വെച്ചില്ല അല്ലെ, ഇത് വെച്ച PDF അപ്ഡേറ്റ് ആയില്ലേ തോന്നുന്നു. അപ്പൊ അതാണ് ഇപ്പൊ പൈക്നോമീറ്റർ മെത്തേഡ്. ചെറിയ കോഴ്സ് ഗ്രെയിൻ സോയിലിന്റെ ആണെങ്കിൽ നമ്മൾ പൈക്നോമീറ്റർ യൂസ് ചെയ്യും. ഫൈൻ ഗ്രെയിൻ്റെ ആണെങ്കിൽ ഒരു 100 മില്ലിയുടെ ഡെൻസിറ്റി ബോട്ടിൽ ആണ് യൂസ് ചെയ്യുക. ഇതിന്റെ പേര് പൈക്നോമീറ്റർ. 1 ലിറ്റർ കപ്പാസിറ്റി ആണ് ഇതിൽ വരിക. പടമൊക്കെ വരയ്ക്കാൻ അറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, പ്രൊസീജിയർ വളരെ സിമ്പിൾ അല്ലേ. ആദ്യം അതിന്റെ MD വെയിറ്റ് നോട്ട് ചെയ്യുന്നു, പിന്നെ ഒരു കാൽ പോർഷനിലൊക്കെ നമ്മൾ എന്തിടും, മണ്ണിട്ടിട്ട് വെയിറ്റ് നോട്ട് ചെയ്യുന്നു, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് മൊത്തം തൂക്കം നോട്ട് ചെയ്യുന്നു. ഇത് യു ആർ റിമൂവിങ് ദി soil and the laden water, then you are refilling with water up to the neck. ഓക്കെ, അപ്പൊ പൈക്നോമീറ്റർ 900 ml കപ്പാസിറ്റി എന്ന് പറയുന്നത്, 1 ലിറ്റർ ഇല്ല. ഓക്കെ അല്ലേ? എന്നിട്ട് അത് സ്റ്റിറൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ വെറുതെ മണ്ണിട്ടാ പോരാ, അത് ഇതിൽ മണ്ണിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് സ്റ്റിർ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അത് ആക്കാനായിട്ട്, സാച്ചുറേറ്റഡ് ഒക്കെ ആവാനായിട്ട്, എയർ പോകാനായിട്ടൊക്കെ. മനസ്സിലായോ? എയർ ബബിൾസ് നമ്മളിങ്ങനെ കുമിളകളായിട്ട് വന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഒറിഫൈസ് ഉണ്ട്, അതിനുള്ളിലൂടെ പുറത്തേക്ക് പോകും വേണം. അത് നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു എക്സാക്ട് പ്രൊസീജിയർ ഒക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കുക. കാരണം ടെക്നിക്കലൊക്കെ ആയിട്ട് എഴുതുമ്പോഴാണ് മാർക്ക് കൂടാൻ ചാൻസ് വരുന്നത്. അപ്പൊ ഒന്ന് പരീക്ഷയുടെ മുന്നേ, തിങ്കളാഴ്ചയുടെ മുന്നേ ഇതൊന്ന് വായിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ഇവർ 3 ട്രയൽ കാണിക്കാൻ കാരണം എന്താ, നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യും, അത് അപ്പൊ 2.6 കിട്ടി, രണ്ടാമതും മൂന്നാമതും ചെയ്തിട്ട് ആവറേജ് എടുക്കുമ്പോഴായിരിക്കും റിലയബിൾ ആയിട്ടുള്ള ജി കിട്ടുക. ജി കിട്ടാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. സെക്കൻഡ് ട്രയലിലുള്ള വെയിറ്റ് മൈനസ് സെക്കൻഡ് കോളം നമ്പർ ചെയ്ത് സെക്കൻഡിന് ഇത് മൈനസ് ചെയ്തിട്ട് ബൈ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഇനി അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതിലെന്താ പറയണത്, ഒരു പൈക്നോമീറ്ററിൽ നമ്മൾ ഓവൻ ഡ്രൈഡ് സോയിൽ ഹാവിംഗ് എ മാസ് ഓഫ് 200 gram is placed in pycnometer which is then completely filled with water. The total mass of the pycnometer with water and soil inside is 16. ഇത് 1480 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിൽ ജി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അപ്പൊ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താണ്, M2 - M1 നമുക്ക് വേണ്ടത് എന്താണ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. അതായത് പൈക്നോമീറ്റർ പ്ലസ് ഓയിൽ മൈനസ് പൈക്നോമീറ്റർ എന്നുള്ളത് ന്യൂമറേറ്ററിൽ വരണം. അപ്പൊ ഇവിടെ എന്താണ് പൈക്നോമീറ്റർ, ഇവിടെ പക്ഷെ ഇവരുടെ ലൈനിൽ അങ്ങനെ പറയുന്നില്ല. പൈക്നോമീറ്ററിന്റെ MT വെയിറ്റ് അവർ പറയുന്നേ ഇല്ല.
ഇല്ലേ? അപ്പൊ അവര് പറയുന്നത് 200 gram ആണ് അവര് മണ്ണിട്ടത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പൈക്നോമീറ്റർ പ്ലസ് സോയിൽ മൈനസ് പൈക്നോമീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി മാസ് ഓഫ് ദി സോയിൽ യൂസ്ഡ് അല്ലേ? ഡ്രൈ ആയിട്ടുള്ള മണ്ണാണല്ലോ നമ്മൾ ആദ്യം വിടുക. അപ്പൊ മനസ്സിലാക്കണം, ഈ ന്യൂമറേറ്റർ വാല്യൂ ആണ് ഇവര് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആർഗ്ലി. നമ്മൾ വേറെയും 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ചെയ്ത്, അതിൽ ആദ്യം പൈക്നോമീറ്ററിന്റെ വെയിറ്റ് ഇത്രയാണ്, പൈക്നോമീറ്റർ പ്ലസ് മണ്ണ് ഇത്രയാണ് എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് മൈനസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ അല്ലേ എന്താണ് തന്നിട്ടുള്ളത്? ഓക്കെ, അപ്പൊ അത് നമ്മൾ അടുത്തതായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ഈ കണക്ക് ചെയ്ത് ഇതിലേക്ക് വരികയായിരുന്നു നല്ലത്. വേണമെങ്കിൽ അങ്ങനെ ഇത് കുഴപ്പമില്ലല്ലോ. ദീപേഷ് ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഒരു ഓക്കെ പറയുവാണേ. അപ്പൊ ഇവിടെ നമ്മൾ 200 gram എന്നുള്ളത് മണ്ണിട്ടു, അതിന്റെ മണ്ണിന്റെ മാത്രം വെയിറ്റ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഇവിടെ M2 മൈനസ് M1 എന്ന് പറയുന്നത് സോയിൽ ഓൺലി വെയിറ്റ്, സോയിൽ ഓൺലി വെയിറ്റ് മൈനസ് ശരി ഓക്കെ മൈനസ് M3 മൈനസ് M4 കേട്ടോ. M3 മൈനസ് M4 എന്ന് പറയുമ്പോൾ കണ്ടോ ഇതായിരിക്കും ഏറ്റവും കൂടിയ വാല്യൂ നമ്മുടെ ഇതായിരിക്കും. അതായത് പൈക്നോമീറ്ററിൽ മണ്ണിട്ടിട്ട് അതിന്റെ കൂടെ വെള്ളം കൂടി ഒഴിക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും കൂടിയ വാല്യൂ അതായിരിക്കും വരുന്നുണ്ടാവാം. അപ്പൊ ആ വാല്യൂന്ന് അടുത്ത സ്റ്റെപ്പ് വാല്യൂ മൈനസ് ചെയ്യുന്നതായിരിക്കും ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവാം. മനസ്സിലായോ? അപ്പൊ അതങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് മൈനസ് ഫോർത്ത് സ്റ്റെപ്പാണ് ഇവിടെ ഇങ്ങനെ വരിക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഇത് 0.4 ഇതിലെന്താ പറയണേ? MT ഗ്ലാസ് ജാർ, അതായത് പൈക്നോമീറ്ററിന്റെ MT വെയിറ്റ് 0.498 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് when completely filled with water its mass was 1.52. അതിന്റെ അർത്ഥം എന്താ? അവര് ഇതിൽ ശരിക്കും പറഞ്ഞാലേ സെന്റൻസുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മാസ് ഓഫ് MT ഗ്ലാസ് ജാർ M1 ആണ്. മാസ് ഓഫ് MT ഗ്ലാസ് ജാർ M1 എന്നല്ലേ നമ്മൾ പറയാം. അപ്പൊ ദാറ്റ് വാസ് M1 ആണ് 0.498 എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അത് വേണ്ട, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഇതിന്റെ മുകളിൽ സോയിലിന്റെ മാത്രം വെയിറ്റ് ആണ് വരാൻ പാടുള്ളൂ. ഈ M2 മൈനസ് M1 എന്ന് പറയുന്നത് ആക്ച്വലി സോയിലിന്റെ ഡ്രൈ വെയിറ്റ് ആണ്, സോയിലിന്റെ വെയിറ്റ് ആണ്. അപ്പൊ അവര് ഓവൻ ഡ്രൈഡ് സോയിൽ അല്ലേ ഇതിന് യൂസ് ചെയ്യുക. പൈക്നോമീറ്റർ ടെസ്റ്റ് ഒക്കെ നടത്താനായിട്ട് നമ്മൾ ഓവനിൽ കൊണ്ടുവച്ചാൽ കംപ്ലീറ്റ്ലി സോയിൽ റിമൂവ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ആയിട്ടുള്ള സോയിൽ വേണം യൂസ് ചെയ്യാൻ. ആ സോയിലിന്റെ വെയിറ്റ് ആണ് നമ്മൾ മുകളിൽ ന്യൂമറേറ്ററിൽ വരേണ്ടത്. അപ്പൊ ഒരു പേടിക്കേണ്ട, നമുക്കിത് ഡയറക്ട്ലി അവർ അത് തന്നിട്ടുണ്ട്. ഓവൻ ഡ്രൈഡ് സാമ്പിൾ സോയിൽ വിച്ച് വാസ് യൂസ് ഫോർ ദി ടെസ്റ്റ് ഈസ് 0.198 കിലോഗ്രാം എന്നുള്ള രീതിയിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് അവിടെ എഴുതി വെച്ചു. ഇനി സത്യം പറഞ്ഞ ഇതിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. ഇവര് MT ഗ്ലാസ് ജാറിൽ 0.498 എന്ന് തന്നിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഓക്കെ, അപ്പൊ അത് കിട്ടി 0.9198 ഡിവൈഡഡ് ബൈ, അപ്പൊ സെയിം തിങ് താഴെ വരില്ലേ 0.198 മൈനസ്. ഇനി എന്താണ് ഇവിടെ ഏറ്റവും കൂടിയ ഇതിൽ ഏറ്റവും കൂടിയ വാല്യൂ 1.653 മൈനസ്. ഇനി എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3 ആണ് 1.653 മൈനസ് സ്റ്റെപ്പ് നമ്പർ 4 വാല്യൂ 1.528, അതാണ് മൈനസ് ചെയ്യേണ്ടത് 2.71. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഇത് തന്നിട്ടുണ്ട്. ശരിക്കും ചില ഇതിൽ ഇനി അടുത്ത് നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ? അപ്പൊ ചില ഇതിൽ ചിലപ്പോൾ അവർ എന്ത് പറയും, ഇതിട്ടു 0.498 എന്ന് പറഞ്ഞത് കിലോഗ്രാം ആയിരുന്നു. ഇനി അതിലേക്ക് മണ്ണിട്ടപ്പോ ഒരു 0.888 ആയി എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് M1 ഉണ്ട് M2 ഉണ്ട്, ആ രീതിയിൽ മൈനസ് ചെയ്യേണ്ടി വരും അല്ലെ? അങ്ങനെയാവാലോ കേട്ടോ. ഇവിടെ M1 തന്നിട്ടുണ്ട്, M2 എന്നുള്ള രീതിയിൽ ഒരു ലൈൻ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ M2 മൈനസ് M1 എന്നുള്ള രീതിയിൽ അത് ചെയ്തിട്ട് വേണമായിരുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും അവസാന ഉത്തരം ഒരു 2 പോയിന്റ് അതിന്റെ ആൻസറിൽ വരണം, 2 പോയിന്റ് റേഞ്ചിൽ വരണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെയും പ്രോബ്ലംസിലും മാർക്കൊന്നും കളയാതെ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും അത് ചെയ്യാം. അടുത്തത് നമ്മുടെ ഇൻസിറ്റ്യൂട്ട് വെയിറ്റ്. അപ്പൊ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് പഠിച്ചു, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടെസ്റ്റ്. ഇപ്പൊ ഇതേപോലെ തന്നെ കുഞ്ഞ് ഫൈൻ ഗ്രെയിൻ സോയിൽ ആണെങ്കിൽ നമ്മൾ ഇതേ പ്രൊസീജിയർ ഇതേപോലെ ഫോളോ ചെയ്യും. ബട്ട് നിങ്ങൾ MT ലാബിൽ സിമെന്റ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ക്ലേ സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. അപ്പൊ അത് നമ്മൾ കുഞ്ഞിതായിട്ടുള്ള ഒരു ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡിലാണ് ചെയ്യുക കേട്ടോ. ഇതേ പ്രൊസീജിയർ തന്നെ, ഒരു ഇതുമില്ല. അടുത്തത് അത് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ഇൻസിറ്റ്യൂട്ട് ഡെൻസിറ്റി. അത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട, നമ്മുടെ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. 2 തരം കോർ കട്ടറും ഉണ്ട്, സാൻഡ് റീപ്ലേസ്മെന്റ് കോർ കട്ടർ ഒന്നും ഇല്ല. നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം പഠിക്കണം. ഇതാണ് നമ്മുടെ ഒരു കോർ കട്ടർ. ഇറ്റ് വിൽ ബി ഹാവിങ് എ കട്ടിംഗ് എഡ്ജ്. വരയ്ക്കുമ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് കണ്ടോ, ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ഇഫ് യു ആർ ഡ്രൈവിംഗ് യുവർ കോർ കട്ടർ ടു ദി ഗ്രൗണ്ട് ഇറ്റ് ഷുഡ് ബി
പെനിട്രേറ്റഡ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതിലൊരു താഴെ ഒരു കട്ടിങ് എഡ്ജ് വേണം. ദെൻ ഇൻ ഓർഡർ ടു ഡ്രൈവ് യുവർ മോൾഡ് യു വിൽ ബി മേക്കിംഗ് യൂസ് ഓഫ് എ റാമർ. റാമറിൽ ഇട്ട് ഇടിച്ചിട്ടായിരിക്കും. ഇനി ഇടി ഇതിന് നേരെയല്ല വരിക, ഇതിന് മുകളിൽ ഒരു ഡോളി പോർഷൻ ഉണ്ട്, അപ്പൊ അതായിരിക്കും വരിക. അപ്പൊ ആ വക കാര്യങ്ങളൊക്കെ കണ്ടോ, ഇതിന്റെ ഡയമീറ്റർ സ്പെസിഫിക്കേഷൻസും ഒക്കെ അതുപോലെ എഴുതുക, നല്ല മാർക്ക് കിട്ടും. ആ രീതിയിലെല്ലാം പഠിക്കുക. എന്നിട്ട് നമ്മൾ അതിന്റെ ബൾക്ക് ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് ഇതിന്റെ വോളിയം വെച്ചിട്ട് നമ്മുടെ കോർ കട്ടർ പോർഷന്റെ ഇന്റീരിയർ വോളിയം ആയിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുക കേട്ടോ. അതിനുള്ളിലല്ലേ മണ്ണെന്ന് അറിയാം. അപ്പൊ ഇന്നർ ഡയമെൻഷൻസ് ആണ് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് സംഭവം കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോർ കട്ടറിന്റെ പ്രോബ്ലംസ് പഠിക്കണം. അപ്പൊ കോർ കട്ടറിന്റെ പ്രോബ്ലം പഠിക്കുമ്പോൾ നമുക്ക് 1000 cm³ കോർ കട്ടർ ആണ്. അതിന്റെ വെയിറ്റ് 946 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. ഇനി അതിനുള്ളിൽ മണ്ണിട്ടപ്പോൾ അതിന്റെ വെയിറ്റ് 2770.60 ഗ്രാം ആന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമിൻ ദ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ. കോർ കട്ടർ വെച്ച് ചെയ്തപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് വേണ്ടത് വെയിറ്റ് ഓഫ് സോയിൽ ബൈ വോളിയം ആണ് വേണ്ടത്. വോളിയം തന്നിട്ടുണ്ട്. എത്രയാണ് ഇവര് തന്നിരിക്കണേ? 1000 cc ആണ് നമ്മുടെ കോർ കട്ടറിന്റെ ഇന്റീരിയർ വോളിയം. അപ്പൊ വോളിയം അറിയാം. ഇനി നമുക്ക് വേണ്ടത് സോയിലിന്റെ വെയിറ്റ് ആണ് അല്ലെ. അപ്പൊ എന്താ ചെയ്യാ? കോർ കട്ടർ കണ്ടോ, ആ കോർ കട്ടറിന്റെ എം ടി വെയിറ്റ് 946, കോർ കട്ടർ പ്ലസ് സോയിൽ 2770.64. അപ്പൊ സോയിൽ ഓൺലി വെയിറ്റ് എത്രയായിരിക്കും? ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് 1823 കിട്ടി. അതിനെ ബൈ 1000 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഗ്രാം പെർ സി സിയിൽ, കാരണം ഗ്രാം ആണ്, സെന്റിമീറ്റർ ക്യൂബ് ആണ്, ഗ്രാം പെർ സി സിയിൽ സോയിലിന്റെ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടി. 1.82 ഗ്രാം പെർ സി സിയിൽ കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഗാമാഡി നമുക്കറിയാം, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് തോന്നുന്നു അല്ലെ. വാട്ടർ കണ്ടന്റ് കണ്ടോ 10.45. അപ്പൊ അങ്ങനെ എഴുതരുത്, 0.1045 എന്ന് പറഞ്ഞിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ആൻസർ ഇതിനേക്കാൾ കുറഞ്ഞ ആൻസർ തന്നെ വരണം കേട്ടോ. 1.82 ചോടെ നിൽക്കണം. അത് കിട്ടി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന ഇ. അപ്പൊ യു ടേക്ക് ദ അനദർ ഇക്വേഷൻ ഫോർ ഗാമാഡി. ഗാമാഡി അല്ല, ഗാമാഡി തന്നെ ഇവിടെ റോ അല്ല. ഇത് എഴുതി തെറ്റാട്ടോ. ഇവിടെ ശരിക്കും റോ എസ് എന്ന് എഴുതാൻ പാടുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു എററാണ്. പിന്നെ ഇവിടെ റോ ഡി എന്ന് എഴുതാൻ പാടുള്ളൂ. കാരണം നമ്മള് ഗ്രാമിലല്ലേ പറയുന്നത്. അപ്പൊ റോ ആണ്, ഗ്രാം പെർ സിസി എന്ന് പറയുമ്പോൾ റോ ആണ്, റോ ഡി ആണ്. അപ്പൊ അത് എഴുതി വെച്ചു കേട്ടാ. ഓക്കെ, ഇനി അടുത്തത് വോയിഡ് റേഷ്യോ ഇ എന്ന് പറയുമ്പോൾ എന്താ? ജി ഇൻറ്റു റോ ഡബ്ല്യു ബൈ 1 + ഇ അല്ലേ നമ്മുടെ റോ ഡി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇ കിട്ടി. ഇ എസ് ഈക്വൽ ഡബ്ല്യു ഉണ്ടോ. ഇത് നമ്മളെല്ലാം ഒരേ സംഭവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ പലതല, ചിലപ്പോൾ അത് ആ ഒരു പ്രോബ്ലം ആവും, ചിലപ്പോൾ ഇത് ഒരു പ്രോബ്ലം ആവും, കോമ്പാക്ഷൻ പ്രോബ്ലം ആവും, അല്ലെങ്കിൽ കോർ കട്ടർ പ്രോബ്ലം ആവും. എന്താണെങ്കിലും നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്താൽ മതി. ഓക്കെ, നൗ അടുത്തത് ഇതിന്റെ ആൻസർ അതേ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടാവും. ഡിറ്റർമിൻ വോയിഡ് റേഷ്യോ എ ലിറ്റർ കപ്പാസിറ്റി. അപ്പൊ ഇതിലെന്ന് പറയുന്നത് എന്താണ്? മാസ് ഡെൻസിറ്റി. വോളിയം ഓഫ് കട്ടർ മാസ്. നമുക്ക് വേണ്ടത് വോയിഡ് റേഷ്യോ എ ലിറ്റർ കപ്പാസിറ്റി കട്ടർ. 1 ലിറ്റർ കപ്പാസിറ്റി 1 ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാല് എത്രയാണ്? 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 1000 ലിറ്റർ അല്ലേ. 1 മീറ്റർ ക്യൂബ് സ്പേസിൽ 1000 ലിറ്റർ കൊള്ളുമല്ലോ. അപ്പൊ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 10⁻³ മീറ്റർ ക്യൂബ് ആണെന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ലിറ്റർ എന്ന് പറയുമ്പോൾ അതിനെ ആദ്യമേ നമുക്ക് അതിനെ മീറ്റർ ക്യൂബിലാക്കി, അത് കഴിഞ്ഞാൽ 1 കിലോഗ്രാം ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓക്കെ, ഇനി എന്താണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർ കട്ടർ പ്ലസ് ഓയിൽ 2.865, കോർ കട്ടർ ഓൺലി 1 കിലോഗ്രാം. അപ്പൊ ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 10⁻³ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദി ഗാമ. ഇവിടെ ഗാമ റോ എന്ന് എഴുതിട്ട് റോ ഇട്ട് കൊടുക്കാം. റോ ഈക്വൽ ടു 18 ഇങ്ങനെ കിട്ടിയെന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തപ്പോ. അതിന്റെ ഇടയിൽ നോട്ടില്ലേ നമുക്ക് 1865 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? നോട്ട് ചെയ്തേ, നോക്കി നോക്കിക്കേ. പ്രോബ്ലം എത്തിയാ? മിസ് 1.865 ഗ്രാം പെർ സി സി, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ അതന്നെ കിട്ടി. 1865 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതിനെ നമ്മൾ 1.865 ഗ്രാം പെർ സി സി എന്ന് എഴുതിയാൽ ഒരു കുഴപ്പം, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഗാമ റോ കിട്ടി. റോ കിട്ടിയ പിന്നെ അവരുടെ ചോദ്യം എന്താണ്? ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവര് ക്വസ്റ്റ്യനില് ഡിറ്റർമൈൻഡ് വോയിഡ് റേഷ്യോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വോയിഡ് റേഷ്യോയിലൊക്കെ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് വേണം? ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിച്ചാലല്ലേ. അപ്പൊ അത് കണ്ട ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യനാ. നമ്മളിത് കണ്ട എന്താ ഇത് വോയിഡ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നു വിചാരിച്ച് ബേജാറാവേണ്ട യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ ആ ഒരു
ടിപ്പിക്കൽ പ്രൊസീജിയറിൽ അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി. ഗാമ റോ കണ്ടുപിടിക്കുന്നു, റോ കണ്ടുപിടിച്ചിട്ട് റോഡി കണ്ടുപിടിക്കുന്നു, റോഡി കണ്ടുപിടിച്ചതിന് ശേഷം ഈ നമ്മൾ കണ്ടുപിടിക്കുന്നു. നമ്മുടെ സ്റ്റെപ്സ് തന്നെ വരുമല്ലോ, അത് അവരെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് ഫോളോ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1+1 ഇത് ചെയ്യുമ്പോൾ 0.11 ചെയ്യുമ്പോൾ ആൻസർ കിട്ടി. ഇനി ഈ കിട്ടാനായിട്ട് ഇത് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഫ്രം ദി ബോൾ. ഇത് നമ്മുടെ മറ്റേതിൻ്റെയാ, സാൻഡ് റീപ്ലേസ്മെന്റിന്റെ ക്വസ്റ്റൻ ആയിരുന്നു ഇത്. അപ്പൊ സാൻഡ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാണ് അടുത്ത മെത്തേഡ്. അപ്പൊ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡിൽ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക? അത് അഗെയിൻ ഇൻസിറ്റു ഡെൻസിറ്റി. നമ്മൾ ഇത് രണ്ടും കോർ കട്ടർ ആണെങ്കിലും സാൻഡ് റീപ്ലേസ്മെന്റ് ആണെങ്കിലും ഇറ്റ്സ് ഇന്റൻഷൻ ഈസ് ടു ഫൈൻഡ് ദി ഇൻസിറ്റു ഡെൻസിറ്റി ഓഫ് ദ സോയിൽ. ഇൻസിറ്റു ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ സാൻഡ് റീപ്ലേസ്മെന്റും കോർ കട്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അല്ലെ. കോർ കട്ടർ ആണെങ്കിൽ ക്ലേ സോയിൽ, ഹാർഡ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ നമ്മുടെ ക്ലേ സോയിൽ, കൊഹസീവ് സോയിൽ എന്നൊക്കെ പറയാം. ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള സോയിൽ ആണെങ്കിലാണ് അൺലൂസ് കോമ്പാക്റ്റഡ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിലാണ് നമുക്ക് കോർ കട്ടർ. കാരണം കോർ കട്ടർ എന്ന് പറയുന്നത് ഒരു ഹോളോ ഡ്രം ആണ്. അപ്പൊ അതിൽ നിന്ന് സോയിലിനെ പിക്ക് ചെയ്യണമെങ്കിൽ സോയിൽ താഴെ ഊർന്ന് പോകാൻ പാടില്ല. അപ്പൊ ക്ലേ സോയിലിനൊക്കെയാണ് യൂഷ്വലി കോർ കട്ടർ യൂസ് ചെയ്യുമെങ്കിൽ നമ്മുടെ ഗ്രാവൽ പോലത്തെ മണൽ പോലത്തെ മണ്ണൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ബെസ്റ്റ് മെത്തേഡ് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡിൽ നമ്മൾ 2 സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക. കണ്ടോ, എ പാർട്ടും ഉണ്ട് ബി പാർട്ടും ഉണ്ട്, രണ്ട് പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ പോയിട്ട് ഗ്രൗണ്ടിൽ ഒരു കുഴി ഉണ്ടാക്കുകയാണ്. ആ കുഴിയിൽ നിന്ന് നമ്മുടെ ആലോചിച്ച് ഒരു പറമ്പിൽ നിന്നുള്ള മണ്ണിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു കണ്ടോ, ഇത് താഴെ ഒരു മെറ്റാലിക് ട്രേ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡയമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കുഴി എടുക്കുന്നു. ഇപ്പൊ 15 സെന്റിമീറ്റർ ഡെപ്തില് നമ്മുടെ കുഴി എടുക്കുന്നു. ഈ ഒരു ഓട്ടയുടെ വലുപ്പത്തിലാണ് ഇതിങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതിനെ കിടത്തി വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇനി അങ്ങനെ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ നിന്നുള്ള മണ്ണ് കിട്ടി. ആ മണ്ണിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ കുഴിയുടെ വോളിയം ചെയ്താൽ നമുക്ക് ആക്ച്വലി സോയിലിന്റെ ഇൻസിറ്റു ഡെൻസിറ്റി കിട്ടും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന കുഴി ആയതുകൊണ്ട് കുഴിയുടെ വോളിയം മീൻസ് കറക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്, കാലിബ്രേഷൻ ഓഫ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കാലിബ്രേഷൻ ചെയ്യണം. അതായത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സാൻഡ് റീപ്ലേസ്മെന്റ് ആണ് ഈ മെത്തേഡിന്റെ പേര് അല്ലെ. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ മണ്ണ് ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ പറമ്പിൽ നിന്നുള്ള മണ്ണ് നമ്മൾ അതിൽ നിന്ന് എടുത്തു. ആ മണ്ണിലേക്ക്, ആ കുഴിയിലേക്ക്, അപ്പൊ അവിടെ ഒരു കുഴി ഉണ്ടായില്ലേ, ആ കുഴിയിലേക്ക് നമ്മൾ ലാബിൽ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാൻഡ് കൊണ്ടുപോയിട്ടാണ് ഫില്ല് ചെയ്യണം. അതുകൊണ്ടാണ് അതിനെ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലാബിൽ സാൻഡ് ഉണ്ടായിരിക്കും. ആ സാൻഡ് കാലിബ്രേറ്റ് ചെയ്യും. കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് കണ്ടോ, കാലിബ്രേഷൻ സിലിണ്ടർ ഉണ്ട്. ഈ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അതിന്റെ ഡെൻസിറ്റി യു വിൽ ബി ഡിറ്റർമിനിങ് ദി ഡെൻസിറ്റി ഓഫ് യുവർ സാൻഡ്. ആ സാൻഡിന്റെ ഡെൻസിറ്റി ലാബിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഈ കാലിബ്രേഷൻ സിലിണ്ടറിലേക്ക് മണ്ണൽ നിറച്ചിട്ട് അപ്പൊ ഈ സിലിണ്ടറിന്റെ വോളിയം നമുക്കറിയാലോ. ഈ ഒരു സാധനം, ഈ ഫസ്റ്റ് മണ്ണാണ് കേട്ടോ. അപ്പൊ ഈ സിലിണ്ടറിന്റെ വോളിയം, ഇത് കുഞ്ഞു സാധനമാണ് കാലിബ്രേഷൻ സിലിണ്ടർ എന്ന് പറയും. അപ്പൊ ഈ സാൻഡിന്റെ വെയിറ്റ് നമുക്കറിയാം. ദെൻ യു നോ ദി വോളിയം ഓഫ് ദി കാലിബ്രേറ്റിംഗ് സിലിണ്ടർ. അപ്പൊ വെയിറ്റ് ബൈ വോളിയം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? നമുക്ക് സാൻഡിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കില്ലേ. എന്നിട്ട് നമുക്ക് ഡെൻസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ അറിഞ്ഞു വെച്ചിട്ടുള്ള ഡെൻസിറ്റി ഉള്ള മണൽ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ നിറയ്ക്കുകയാണ്. എവിടെ? നമ്മുടെ കുഴിയിൽ നിറയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ കുഴിയിൽ നിന്ന് എടുത്തിട്ടുള്ള മണ്ണിന്റെ വെയിറ്റ് അറിയാം, കുഴിയുടെ നിറയ്ക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എത്ര മണലിൽ വെച്ചിട്ടാണ് കുഴി നിറച്ചത് എന്നുള്ളത് നമ്മൾ ഈ ഒരു കണ്ടോ, ഈ ഒരു സാൻഡ് പോറിംഗ് സിലിണ്ടർ എന്ന് പറയുന്ന സിലിണ്ടർ, പിന്നെ നമ്മൾ രണ്ടാമത് ഇത് മനസ്സിലായിരുന്നു. കാലിബ്രേഷൻ അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ മണലിനെ കാലിബ്രേറ്റ് ചെയ്തു അപ്പാരറ്റസിൽ വെച്ച്. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ സാൻഡ് പോറിംഗ് സിലിണ്ടർ എന്ന് പറയുന്ന ഒരു കുറച്ചും കൂടി ഹൈറ്റ് കൂടിയിട്ടുള്ള ഇതിനൊരു വാൾവ് ഒക്കെ ഉണ്ടായിരിക്കും, ടാപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ മണൽ നിറച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടെ കുറച്ചധികം മണലുണ്ടാവും അല്ലെ. അപ്പൊ വേറെ മണൽ നമ്മൾ ഇവിടെ നിറച്ചിട്ട് ആ മണൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ആദ്യം ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. ആ കുഴിയിൽ നിന്ന് മണ്ണെടുത്തിട്ടുണ്ടായിരിക്കും, മണലല്ല, അവിടെയുള്ള മണ്ണെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് ഈ സാൻഡ് പോറിംഗ് സിലിണ്ടറിൽ ഈ ഒരു ട്രേയുടെ മുകളിൽ വെച്ചിട്ട് you will be centering over the pit, then you will be pouring the sand to your hole up to then when the hole is filled. ആ ഹോള് ഫില്ല് ചെയ്യുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ഉള്ള സാൻഡിനെ ഇങ്ങനെ പോർ ചെയ്തിട്ട് ആ കുഴി നിറയ്ക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു വോളിയം വെയിറ്റ് ഒക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ പോറിങ് ആഫ്റ്റർ പോറിങ് വെയിറ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണൽ യൂസ് ചെയ്തിട്ടാണ് ഈ കുഴി നിറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ആ വെയിറ്റ് ഓഫ് സാൻഡ്
റിക്വയർഡ് ടു ഫിൽ ദി ഹോൾ ബൈ ഡെൻസിറ്റി ഓഫ് ദി കാലിബ്രേഷൻ പ്രകാരം കിട്ടിയ കാലിബ്രേഷൻ ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് ദി പിറ്റ് കിട്ടില്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെയിറ്റ് ഓഫ് സോയിൽ എക്സ്കവേറ്റഡ് ബൈ വോളിയം ഓഫ് കാലിബ്രേറ്റഡ് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും. അപ്പൊ ഇതിനെയാണ് നമ്മുടെ ഇത് പറയുന്നത് സാൻഡ് പോറിംഗ് റീപ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് പഠിക്കുക. അപ്പൊ അത് പഠിക്കണം. പിന്നെ അതിന്റെ പ്രോബ്ലംസ് ഇതാണ് നമ്മൾ അതിന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദി ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദി സോയിൽ ഇൻ സിറ്റു 4.7 കിലോഗ്രാം ആണ് കുഴി വെട്ടിയിട്ട് നമ്മൾ എടുത്ത മണ്ണിന്റെ വെയിറ്റ്. ഓക്കെ, ഇനി അടുത്തത് ദ ഹോൾ റിക്വയർഡ് 3.65 എത്ര? ഇനി ഓക്കെ അപ്പൊ നമ്മൾ എടുത്ത മണ്ണിന്റെ വെയിറ്റ്, ആ കുഴിയിൽ നിന്ന് നമ്മൾ എടുത്ത മണ്ണിന്റെ വെയിറ്റ് 4.75 കിലോഗ്രാം ആണ്. ആ കുഴി നിറയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത മണലിന്റെ വെയിറ്റ് 3.65 ലൂസ് ഡ്രൈ സാൻഡ് ആണ് യൂസ് ചെയ്തത്. ദെൻ if it takes 6.75 kilogram of same sand to fill the calibrating can of 4.5 capacity, determine. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്ന സാധനങ്ങളൊക്കെ എഴുതാം. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ കാലിബ്രേഷൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇത് 6.75 ബൈ നമുക്ക് ആദ്യം ഡെൻസിറ്റി ഓഫ് ദ സാൻഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതിനെയാണല്ലോ കാലിബ്രേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. കാലിബ്രേറ്റഡ് ഡെൻസിറ്റി ഓഫ് ദ സാൻഡ് കണ്ടുപിടിക്കണം. സാൻഡിന്റെ കാര്യം നോക്കുമ്പോൾ 6.75 കിലോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ കാലിബ്രേറ്റിംഗ് സിലിണ്ടർ ഓർ ക്യാന് ഫിൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ലൈനാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ 6.75 കിലോഗ്രാം ബൈ 4.5 ലിറ്റർ. പക്ഷെ ലിറ്ററിനെ 10⁻³ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കണം. അപ്പൊ 1500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓർ 1.5 ഗ്രാം പെർ cc ആണ് നമ്മുടെ സാൻഡിന്റെ ഡെൻസിറ്റി എന്നുള്ളത് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ അത് കിട്ടി. ഇനി അടുത്തത്, അപ്പൊ ഇതറിയാം, ഡെൻസിറ്റി ഓഫ് ദ സാൻഡ് അറിയാം. ഇനി നമുക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാ? ഡെൻസിറ്റി ഓഫ് ദ സാൻഡ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് കഴിഞ്ഞാൽ നമുക്ക് വോളിയം ഓഫ് ഹോൾ എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കണം അല്ലെ. നമുക്ക് വോളിയം ഓഫ് ഹോൾ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? വോളിയം ഓഫ് ഹോൾ അതും അഗെയിൻ ഇതാണ്. നമ്മൾ ആ ഒരു ഹോളിന്റെ മുകളില് നമ്മുടെ സാൻഡ് ബോറിംഗ് സിലിണ്ടർ വെച്ചിട്ട് മണല് നിറച്ചു അല്ലെ. മണല് നിറച്ചു. അപ്പൊ 3.65 കിലോഗ്രാം മണലാണ് നിറയപ്പെട്ടത്. അപ്പോ ആ മണലിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? കുഴിയുടെ വോളിയം കിട്ടി. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ കാലിബ്രേഷൻ ഡെൻസിറ്റി കണ്ടുപിടിച്ചു. ഈ ലൈൻ വെച്ചിട്ട് കാലിബ്രേറ്റിംഗ് സിലിണ്ടറിന്റെ കപ്പാസിറ്റി അതിന് പറഞ്ഞപ്പോ അത് വെച്ചു. അങ്ങനെ ആ ഒരു കാലിബ്രേഷൻ ഡെൻസിറ്റി കിട്ടി. അതിന്റെ ശേഷം ഈ ലൈൻ നോക്കുക. ബാക്ക് അടിച്ചു പോവാണ് നമ്മൾ ചെയ്യുന്നത് ഈ പ്രോബ്ലത്തിൽ. ആദ്യം തേർഡ് ലൈൻ, പിന്നെ സെക്കൻഡ് ലൈനിൽ നോക്കിയപ്പോൾ ഹോൾ റിക്വയർഡ് 3.65 കിലോഗ്രാം. ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇതെന്ന് പറയുന്നത് 3.65 ബൈ ഈ 1500 പറഞ്ഞപ്പോൾ നമുക്ക് ഇത്ര മീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് യുവർ ഹോള് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് ലൈനിലേക്ക് പോവാം. നമുക്ക് വേണ്ടത് നമ്മുടെ സോയിലിന്റെ ഡെൻസിറ്റി. അപ്പൊ 4.75 കിലോഗ്രാം ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡെൻസിറ്റി ഓഫ് യുവർ ഫീൽഡ് സോയിൽ കിട്ടില്ലേ? ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. നമ്മൾ ഇത് ഏറ്റവും ലാസ്റ്റ് ലൈൻ നോക്കി 6.75 ഉണ്ട് ബൈ 4.5 ഇൻറ്റു 10⁻³ ചെയ്താൽ നമുക്ക് ആരുടെ ഡെൻസിറ്റി കിട്ടും? നമ്മുടെ സാൻഡിന്റെ ഡെൻസിറ്റി കിട്ടും. സെയിം സാൻഡിന്റെ ഡെൻസിറ്റി കിട്ടി. ദാറ്റ് ഈസ് എ കാലിബ്രേഷൻ ഡെൻസിറ്റി. സോ 2 എന്ന് എഴുതിയതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എഴുതണ്ടേ കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞതിനെ 1 ആക്കുക. ഇനി അടുത്തത് ഈ ഡെൻസിറ്റി ഓഫ് സാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വോളിയം ഓഫ് ഹോൾ കണ്ടുപിടിക്കണം. വോളിയം ഹോൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? മാസ് ഓഫ് സോയിലുടെ ഇത് മാസ് ബൈ എന്ത് ചെയ്യണം? മാസ് ബൈ ഡെൻസിറ്റി 1500 എന്ന് കിട്ടുമ്പോൾ നമുക്ക് വോളിയം കിട്ടും. മാസ് ബൈ വോളിയം ചെയ്താൽ മതി. മാസ് ബൈ ഡെൻസിറ്റി ചെയ്താൽ വോളിയം കിട്ടുമല്ലോ. അപ്പൊ മാസ് ബൈ 1500 ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇനി വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുഴിയുടെ വോളിയം കിട്ടി. കുഴിയിൽ നിന്ന് എടുത്ത യഥാർത്ഥ മണ്ണിന്റെ വെയിറ്റ് 4.75 ആണ്. അപ്പൊ 4.7 ബൈ നമ്മുടെ വോളിയം ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ ഇത് ഈ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചെങ്കിൽ ഇത് ഇങ്ങനെ സെന്റൻസുകളൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. അപ്പൊ എന്ത് ചോദിച്ചാലും നിങ്ങൾ ആദ്യം കാലിബ്രേഷൻ സിലിണ്ടറിന്റെ വോളിയവും കാലിബ്രേഷൻ സിലിണ്ടർ നിറയാനുള്ള മണലിന്റെ വെയിറ്റും തന്നിട്ടുണ്ടോ നോക്കുക. അത് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ബിൽഡ് ചെയ്യാം. അതിന്റെ ശേഷം ആ ഒരു കുഴിയിലെ എത്ര മണലാ നിറച്ചെന്നുള്ള സെന്റൻസ് ഉണ്ടോ നോക്കുക. അപ്പൊ ആ ഒരു വെയിറ്റ് ബൈ ഇപ്പൊ കിട്ടിയ ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ കുഴിയുടെ വോളിയം കിട്ടില്ലേ? ഇനി നമ്മുടെ യഥാർത്ഥ മണ്ണിന്റെ വെയിറ്റ് എത്രയാ നോക്കി കഴിഞ്ഞാൽ
അങ്ങനെ തന്നെ ഈ രീതിയിൽ തന്നെ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഈ ടേംസ് പഠിക്കുന്നു. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ടേം കാണാതെ പഠിക്കുക. അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റിലായിരിക്കും റീമോൾഡഡ് സ്റ്റേറ്റിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് വരിക. അപ്പൊ അതിന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയാ, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ റേഷ്യോ ഓഫ് അൺഡിസ്റ്റർബ്ഡ് സ്ട്രെങ്ത് ബൈ ഇതാണ്. അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി ലെസ് ദാൻ 1 ആണെങ്കിൽ ആ സോയിലിനെ നമ്മൾ ഇൻസെൻസിറ്റീവ് സോയിൽ എന്നൊക്കെയാണ് പറയുക. അത് ജസ്റ്റ് നോക്കി വെക്കുക. തിക്സോട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മളെ സോയിലിനെ റിമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സോയിലിന്റെ സ്ട്രക്ചർ മാറുന്നാണ് പറയുന്നത്. റിമോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പറമ്പിലുള്ള സോയിലൊക്കെ കിളക്കുക, ഇങ്ങനെ അതുപോലെ പറമ്പിൽ അതുപോലെ കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിന് അൺഡിസ്റ്റർബ്ഡ് സോയിൽ എന്ന് പറയും അല്ലെ. നമ്മളിപ്പോൾ ലാബിന്റെ പരീക്ഷണത്തിനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സോയിലിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റീമോൾഡിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ റീമോൾഡ് ചെയ്യുമ്പോൾ സോയിലിന്റെ സ്ട്രെങ്ത് കുറയില്ലേ? അപ്പൊ അതെന്താണ്? അതിന്റെ സോയിലിന്റെ സ്ട്രക്ചർ മാറുന്നത് കൊണ്ടും പിന്നെ അത് മാറുന്നത് കൊണ്ടൊക്കെയാണ് അതിന്റെ സ്ട്രെങ്ത് മാറുന്നുണ്ടാവുക, മീൻസ് ആ ഒരു സ്ട്രക്ചർ മാറുന്നുണ്ടാവുക. അപ്പൊ പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും എന്താ പറയുന്നത്, റീമോൾഡഡ് സോയില് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ സ്ട്രെങ്ത് അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ പ്രോപ്പർട്ടീനെയാണ് തിക്സോട്രോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഗെയിൻ ഇൻ സ്ട്രെങ്ത് വിത്ത് പാസേജ് ഓഫ് ടൈം ആഫ്റ്റർ ഇറ്റ് ഹാസ് ബിൻ റീമോൾഡ് ചെയ്താലും കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ സ്ട്രെങ്ത് ഒക്കെ അതിന് റീഗെയിൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിൽ സോയിൽ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഇത് കാണാതെ പഠിക്കുക. സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചർ, ഹണി കോം സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇത് നോട്ടിലുള്ളത് പഠിച്ചാൽ മതി കേട്ടോ. അത് കുറച്ചും കൂടി ഞാൻ മീൻസ് കുറച്ചും കൂടി പോയിന്റ്സ് ഒക്കെ നമ്മുടെ നോട്ടിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതില് കണ്ട ഒരു ഗ്രെയിൻ സോയിൽ ഗ്രെയിൻ മണൽത്തരി ആലോചിച്ചു, വേറൊരു മണൽത്തരിയുടെ മുകളിൽ ഇങ്ങനെ അതിന്റെ ഒരു മേ ബി ഗ്രാവിറ്റേഷണൽ ഇഫക്റ്റ് ഒക്കെ കാരണം അത് മേജർ ഫോഴ്സ് കോസിങ് ദിയർ ഡെപ്പോസിഷൻ ഇസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനെ സിംഗിൾ ഗ്രെയിൻ എന്ന് പറയില്ലേ. ഹണികോം എന്ന് പറയുമ്പോൾ സിൽട്ടിലും സച്ച് സോയിൽ ഗ്രെയിൻസ് ഓഫ് സിൽട്ട് ഓർ എന്താണ് ഇങ്ങനെ ഹണികോംബ് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസ്സിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോ. ഇതില് ബോട്ടം സസ്പെൻഷൻ ക്ലാസ് നോട്ട് ഒന്ന് നോക്കിക്കോളൂ. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടി സിമ്പിൾ ആയി തന്നിട്ടുണ്ട്. സർഫസ് ഫോഴ്സസും പ്രിഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതില്. മറ്റേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആണല്ലോ ഇവിടെ സർഫസ് ഫോഴ്സിന്റെ കാര്യം ക്ലാസ് നോട്ട് നോക്കുക, ഈ പിക്ചറും കാര്യങ്ങളൊക്കെ വരയ്ക്കുക. ഓക്കെ, ഇനി ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫ്ലോക്കുലേറ്റ് സ്ട്രക്ചറും ഡിസ്പേഴ്സ്. അപ്പൊ ക്ലേയിലുള്ളതാണ് ഇത് കേട്ടോ. ക്ലേയിലെ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ടോ, കാർഡുകളൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്ത പോലെ അതിനെ ഒരു കാർഡ് ഹൗസ് പോലെ ഇങ്ങനെയായിരിക്കും. അതിന്റെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോയിൽ ഗ്രെയിൻ ആണ് കാണിച്ചിരുന്നത്. ക്ലേയുടെ ഒരു ഗ്രെയിൻ ആലോചിക്കാം. ക്ലേ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ ക്ലേ എന്ന് പറയുമ്പോൾ കളിമണ്ണ് കറുത്ത കളറിൽ നമ്മൾ കാണും. പക്ഷെ അതിൽ ഒരു ആറ്റം ഒക്കെ എടുക്കുക, ഒരു ഏറ്റവും ചെറിയ ഗ്രെയിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ ഇങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ഫ്ലോക്കുലേറ്റഡ് എന്ന് പറയും. അതിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്പേഴ്സ്ഡ് ഇങ്ങനെയാവും അല്ലെ. അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർട്ടീസും കാര്യങ്ങളും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് വോയിഡ് റേഷ്യോ കൂടുതൽ ഇതിലായിരിക്കും ഇതൊക്കെ. ഇനി ഇതല്ല സത്യം പറഞ്ഞാൽ വേറൊരു നോട്ടായിരുന്നു നമ്മുടെ ഫൈനൽ നോട്ട് ഉണ്ടായിരുന്നേ. അതിന്റെ ശേഷം അതിൽ ക്ലേയുടെ മിനറോളജി ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ ഞാനത് എടുക്കാനും വിട്ടുപോയി. നമുക്കൊരു കാര്യം ചെയ്യും, സെക്കൻഡ് മോഡ്യൂളിന്റെ രീതിയിൽ നമുക്കൊരു റിവിഷൻ വരുമ്പോൾ ഈ ഒരു ബറോപെറ്റിന്റെ പ്രോബ്ലം പിന്നെ ഈ ക്ലേയുടെ മിനറോളജിയും പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഇന്ന് വേണോ നാളെ മതിയോ? ഒരു മണിക്കൂറും കൂടി നിന്നാൽ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ. ഞാൻ എല്ലാം പറയില്ല, കാരണം ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഞാൻ ഓൾറെഡി ഒരു ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു 1/2 മണിക്കൂറിന്റെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അതില് ഞാൻ എന്ത് പറയും, അതിലെടുക്കാത്ത പെർമിബിലിറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. കാരണം ഓൾറെഡി സോയിൽ ക്ലാസിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ഞാൻ ഗ്രൂപ്പിൽ ഇടാമെന്ന് വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതില് പറയുമ്പോ ഈ ഒരു ബൊറോസിറ്റിയുടെ ഇതും അതും ജസ്റ്റ് ഒന്ന് 5 മിനിറ്റിൽ നമുക്ക് അതും കൂടി ഒന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത്ര പോരെന്നാ. ഇവിടെ ബറോപിറ്റിന്റെ പ്രോബ്ലം. ബറോപിറ്റിന്റെ പ്രോബ്ലം ഇതാണ്. ഇതും കൂടി അത് ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ട് ആ ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നിർത്തിയാലോ? ഓക്കെ, അപ്പൊ